നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പ ശരണം, ഗുരുവായൂരപ്പ ശരണം, ഗുരുവായൂരപ്പ ശരണം. ഹരയേ നമ. സ്വാമിയേ ശരണമയ്യപ്പ. പീതാംബരം കരവിരാജത ചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ വാസുദേവമനിശം ഹൃദി ഭാവയാമി. നമ്രാണാം സന്നിധത്തെ സതതമവിപുര തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരതി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥ്യോ വ്രജോയം. ഓം ശ്രീ ഭട്ടപാദമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്വണിതാദൃതാനനിന്ദോ മമ വാചി വിജൃംഭതാം മുരാരേർമധുരിംണ കണികാപി കാപി കാപി. വാസുദേവോഹമന്ധ ശ്രീവാസുദേവേതി കീർത്തയൻ വാസുദേവസമം സാക്ഷാത് വാസുദേവഗുരും ഭജേ. ശ്രീമദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീമദ് ഭാഗവതം അനേകം അനേകം ഭക്തന്മാരെ കൊണ്ട് ഉപാസനയ്ക്ക് പ്രേരിപ്പിച്ച ഭാഗവത ആചാര്യൻ ആയിരുന്നു ഭക്തശിരോമണി വാഴകുന്നം വാസുദേവൻ നമ്പൂതിരി. ആ ഗുരുനാഥനെ ഓർത്തുകൊണ്ട് നടക്കുന്ന ദ്വാദശാഹ സത്രത്തില് ഇന്ന് ദശമസ്കന്ധത്തിലെ 21 അധ്യായം മുതൽക്ക് 28 കൂടി അധ്യായങ്ങളിലെ പ്രകരണമാണ് അനുസ്മരിക്കേണ്ടത്. ശ്രീമദ് ഭാഗവതത്തില് പരീക്ഷിത്ത മഹാരാജാവിനോട് ശ്രീശുകദേവൻ 10ാമത്തെ സ്കന്ധത്തിൽ ഇപ്പോൾ കൽപ്പിക്കുന്നത് ശ്രീകൃഷ്ണ മഹാപ്രഭുവിൻ്റെ അതിമനോഹരമായ വൃന്ദാവന ലീലകളാണ്. അനേകം അനേകം വൃന്ദാവന ലീലകൾ ശ്രീശുകമുഖത്തു നിന്ന് അമൃതം പൊഴിയുന്ന വാക്കുകളായി കേൾക്കാൻ ഭാഗ്യം കിട്ടിയ പരീക്ഷിത്ത മഹാരാജാവിന് തോന്നുന്നുണ്ട്, എന്നിട്ടും എന്തേ തൻ്റെ ആചാര്യൻ ശ്രീശുകദേവൻ തൻ്റെ ഏറ്റവും വലിയ ഉപാസനാ ഭാവമായ ശ്രീകൃഷ്ണ മഹാപ്രഭുവിൻ്റെ മുരളീഗാന ഭാവത്തെക്കുറിച്ച് പറയാതിരുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ഇതിനു മുന്നേ പല സന്ദർഭത്തിലും വേണും ക്വണൻ വേണുവിൽ നിന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ശ്രീകൃഷ്ണ മഹാപ്രഭു സഞ്ചരിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഏറെ കൊതി വർദ്ധിച്ചു വരുന്ന സന്ദർഭത്തിലാണ് ഇന്നിതാ ഈ 21ാമത്തെ അധ്യായത്തിൽ വേണുഗാന രസികനായ ശ്രീകൃഷ്ണ മഹാപ്രഭുവിനെ ശ്രീശുകദേവൻ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ എന്തേ ശ്രീശുകദേവൻ അത് കുറച്ചൊന്ന് മാറ്റിവെച്ചത്? കാരണമുണ്ട്. ശ്രീശുകദേവനെയും ശ്രീമദ് ഭാഗവതത്തിലേക്ക് ആകർഷിച്ച അത്യന്തം വലിയ മനോഹരമായ
ഏവരെയും ശ്രീകൃഷ്ണന്റെ സൗന്ദര്യത്തിൽ ആകർഷിക്കുന്ന അഭൗമമായ ഒരു ഭാവമാണ് വേണുഗാന ഭാവം. അതുകൊണ്ട് തൻ്റെ ശ്രോതാവിന് ആ കൊതി ഇങ്ങനെ വർദ്ധിച്ച് വന്നതിന് ശേഷം വേണം തൻ്റെ കൂടി ഉപാസകമൂർത്തിയായ ശ്രീകൃഷ്ണ മഹാപ്രഭുവിൻ്റെ ഈ ഭാവം പറയാൻ. അങ്ങനെ ഇന്ന് ഈ അധ്യായത്തിൽ ശ്രീ ശുകദേവൻ പറയുന്നു, ആചാര്യന്മാരുടെ ഒരു സങ്കല്പം അനേകം ദിവസങ്ങൾ ശ്രീകൃഷ്ണൻ വേണുഗാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നൊരിക്കൽ വേണുഗാനത്തിന് തയ്യാറാകുന്ന ശ്രീകൃഷ്ണൻ ഭഗവാനാകട്ടെ ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു. ഇതാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. മനോഹരങ്ങളായ ശിലാതലിമങ്ങൾ, അതുപോലെ തന്നെ മനോഹരങ്ങളായ കാളിന്തി പുളിനങ്ങൾ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ശ്രീദാമാവ് എന്ന ശ്രീകൃഷ്ണന്റെ ആത്മമിത്രമാണത്രേ ചോദിക്കുക, ഇനി ഉണ്ണി കൃഷ്ണ കുറച്ചൊന്ന് വേണുഗാനമായാലും. അതിനനുസരിച്ചാണ് ഭഗവാൻ വേണുഗാനം ഇന്നും ചെയ്യുന്നത്. എന്നാൽ ഈ ഭഗവാന്റെ വേണുഗാനത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന പശുക്കൾ അവ വളരെ അകലെയാണ് എന്ന് ഈ പുല്ല് തിന്നുന്നത് എങ്കിലും ഇത് ആയിക്കഴിഞ്ഞാൽ ഓടി വരുന്നുണ്ട്. അങ്ങനെ ശ്രീകൃഷ്ണ മഹാപ്രഭുവിൻ്റെ ഈ വേണുഗാനത്തിൻ്റെ ശ്രോതാക്കളായിട്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നത് എത്രയോ പശുക്കൾ തന്നെയാണ്. ഈ പശുക്കളുടെ ഇടയിൽ കൂടെ ഇരിക്കുന്ന പശുപാലന്മാരായ ശ്രീകൃഷ്ണന്റെ ചങ്ങാതിമാരെയും നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാം. അങ്ങനെ ശ്രീ ശുകദേവൻ ഇന്ന് ആ വേണുഗാന രസികനായ മഹാപ്രഭുവിനെ കുറിച്ച് പരീക്ഷിത്ത മഹാരാജാവ് എന്ന ശ്രോതാവ് വഴി ലോകത്തോട് സംവദിക്കുന്നു. അതാണ് ബരിഹാപീഠം നടവരവപുകർണയോകർണികാരം ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തീം ചമാലാം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശൽ ഗീതകീർത്തി. ബരിഹാപീഠം ആചാര്യന്മാരെല്ലാം അഭിപ്രായപ്പെടുന്നത് ശ്രീകൃഷ്ണ മഹാപ്രഭുവിന്റെ അതിമനോഹരമായ കേശഭാരത്തില് ഒരു പീലിയുടെ ഒരു കെട്ടുണ്ട് എന്ന് തന്നെയാണ്. അതാണത്രേ ഈ ബരിഹാപീഠം എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അനേകം ആചാര്യന്മാര് വളരെ വിശേഷിച്ചു തന്നെ ഈ ഭാവത്തെ അനുസ്മരിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി അതിലേറെ താല്പര്യത്തോടുകൂടിയാണ് തൻ്റെ ഉണ്ണിയെ കൃഷ്ണനെ യശോദ അലങ്കരിച്ച് കാട്ടിലേക്ക് പശുപരിപാലനത്തിനാണെങ്കിലും അയക്കുന്നത്. എന്നാൽ ഈ കൃഷ്ണൻ കാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശ്രീകൃഷ്ണനെ അലങ്കരിക്കാനുള്ള ഒരു ആഗ്രഹം ശ്രീദാമാവിനുണ്ട്. ഇതറിയുന്ന ശ്രീകൃഷ്ണ ഭഗവാനാകട്ടെ അതിനെ തയ്യാറായി കൊടുക്കണം. അങ്ങനെ കാട്ടിൽ നിന്ന് കിട്ടുന്ന അനേകം മയിൽപ്പീലി ശ്രീദാമാവ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതാവട്ടെ പലപ്പോഴും ശ്രീകൃഷ്ണന്റെ കേശഭാരത്തിൽ അലങ്കരിക്കണം. പലപ്പോഴും വൃത്താകൃതിയിൽ ആണത്രേ അത് അലങ്കരിച്ചു കൊടുക്കുന്നത്. എന്നാൽ ചില സന്ദർഭത്തിലാവട്ടെ നടുവിലുള്ള പീലി ഉയർന്നുകൊണ്ട് രണ്ടു ഭാഗത്തേക്ക് ആനുപാതികമായിട്ട് ആ പീലിക്കണ്ണങ്ങനെ താഴ്ന്ന് വരുന്ന രീതിയിൽ പലപ്പോഴോ ഇതിന് നേരെ വിപരീതമായിട്ട് രണ്ട് ഭാഗത്തു നിന്നും പീലിക്കണ്ണ് താഴ്ന്നു വന്ന നടുവിലെ പീലിക്കണ്ണാവട്ടെ വളരെ താഴ്ന്നുകൊണ്ട് ഇത് കാണുമ്പോൾ അങ്ങേപ്പുറത്ത് വേണുഗാനം രസിക്കാൻ ഒരു ശ്രോതാവ് എന്ന ഭാവത്തിൽ ശോഭിക്കുന്ന ബലരാമൻ തോന്നുന്നത്, ഓ ഇന്നിതാ തൻ്റെ അനുജന്റെ ശിരസിൽ ഒരു ചന്ദ്രകല ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇങ്ങനെ അനേകം പീലികൾ ശ്രീകൃഷ്ണ മഹാപ്രഭുവിനെ അണിയിക്കാൻ ഭാഗ്യം കിട്ടിയ ശ്രീദാമാവ് എന്താ ചിന്തിക്കുന്നത്, എത്ര വേണമെങ്കിൽ എൻ്റെ ഈ ചങ്ങാതിയുടെ കേശഭാരത്തിൽ അണിയിക്കാം. അതെന്ത് എങ്ങനെ വേണമെങ്കിൽ ചാച്ചു കെട്ടാനും ചരിച്ചു കെട്ടാനും കൃഷ്ണന് ഘനഗാംഭീര്യമുള്ള ഇടതൂർന്ന കേശഭാരമുണ്ടല്ലോ. ഇല്ലായിരുന്നുവെങ്കിൽ തനിക്ക് എങ്ങനെ അണിയിക്കാനാവും? അതുകൊണ്ട് തന്നെ ഇന്ന് ബരിഹാപീഠം
അതിഗംഭീരമായിട്ട് പീലി അണിഞ്ഞ് ശോഭിക്കുന്ന ശ്രീകൃഷ്ണൻ. നടവരവ പോവും ആചാര്യന്മാര് പറയണു, ആപാദമസ്തകം ശ്രീകൃഷ്ണൻ നിന്ന് ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട് എന്ന്. എന്നാൽ ആ കൃഷ്ണനെ ആദ്യം അലങ്കരിക്കുന്നത് യശോദ തന്നെയാണ്. ആ അമ്മയ്ക്കുള്ള അനേകം സ്വർണ്ണ ആഭരണങ്ങൾ. ആ അമ്മ ചിന്തിക്കുന്നുണ്ട്, തനിക്ക് ഒരേ ഒരു കുഞ്ഞായിട്ട് ഈ കൃഷ്ണൻ മാത്രല്ലേ ഉള്ളൂ. അതുകൊണ്ട് പശുക്കളെ പരിപാലിക്കാനാണ് തൻ്റെ ഉണ്ണി പോകുന്നത് എങ്കിലും വളരെ മനോഹരമായിട്ട് എത്രയെത്ര സ്വർണ്ണ ആഭരണങ്ങളാണ് ശ്രീകൃഷ്ണ മഹാപ്രഭുവിന്റെ ആ പൊന്നു തിരുമേനി അണിയിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആപാദമസ്തകം ആഭരണം അണിഞ്ഞു വരുന്ന കൃഷ്ണനെ നടവരവ പോവും. എന്നാൽ നാടകക്കാരെ പോലെ വേഷം കെട്ടിക്കുന്നതും ശ്രീരാമാവ തന്നെയാണ് അത്രേ. അതിന് അദ്ദേഹം ഉണ്ടാക്കുന്ന ആഭരണങ്ങൾ അതാവട്ടെ കാട്ടിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളെ കൊണ്ടുണ്ടാക്കുന്നതാണ്. പീലിക്കണ്ണ്, പീലിത്തണ്ട്, നിറമുള്ള ചില കല്ലുകള്, നിറം പിടിപ്പിച്ച ചില നാരുകള്, ഇതെല്ലാമാണ് അദ്ദേഹം അതിന് ഉപയോഗിക്കുന്നത്. അപ്പം എന്തുണ്ടായി? അങ്ങനെ പലപ്പോഴും ശ്രീകൃഷ്ണന്റെ കുലൂന്തളങ്ങള് അവ മുഖത്തേക്ക് അധികം വീണ് കിടക്കണു എന്നായാൽ അത് മുകളിലേക്ക് വെച്ച് കെട്ടാൻ ഭാഗത്തിന് ഒരു പുതിയ ആഭരണം അണിയിക്കുമത്രേ ശ്രീരാമാവ്. അത് കണ്ടാൽ തോന്നുക, ഓ കിരീടം ആരംഭിക്കുന്നു എന്ന് തന്നെയാണ് അത്രേ. അങ്ങനെ ശ്രീകൃഷ്ണന്റെ സ്വർണ്ണ ആഭരണങ്ങൾക്ക് ഇടയിൽ കൂടെ പലപ്പോഴും ചെമന്ന കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ പരന്ന ആഭരണങ്ങൾ അത് വെച്ചു കഴിഞ്ഞാൽ സൂര്യരശ്മികൾ ഈ കല്ലുകളിലേക്ക് വന്ന് വീഴുന്നു. അതിൻ്റെ പ്രകാശം ഈ കല്ലുകൾ തട്ടി പ്രതിബിംബിക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള സ്വർണ്ണ ആഭരണങ്ങളും അതിന് താഴെയുള്ള സ്വർണ്ണ ആഭരണങ്ങളും കൂടുതൽ കൂടുതൽ പ്രകാശിക്കുന്നത് കാണുന്ന ആ ഗോപന്മാരുടെ ഭാഗ്യം വളരെ വളരെ കേമം തന്നെ എന്ന് വേണം പറയാൻ. അതേപോലെ ശ്രീകൃഷ്ണൻ ആ മഞ്ഞപ്പട്ടാൻ ഉടുക്കുന്നുണ്ട്. അതിനോടൊപ്പം ഭഗവാനാകട്ടെ സ്വർണത്തിൻ്റെ കിങ്ങിണി ഉപയോഗിച്ചത് ബന്ധിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഭഗവാന് ഒരു പുതിയ അരപ്പട്ട, ഇന്നത്തെ രീതിയിൽ പറഞ്ഞാലോ ഒരു ബെൽറ്റ് അണിയിക്കാനുള്ള ഭാഗ്യവും ശ്രീരാമാവിന് ഉണ്ടാവുന്നുണ്ട്. അതിനാവട്ടെ അദ്ദേഹം ഉപയോഗിക്കുന്നത് ചെമന്നതും വെളുത്ത നിറത്തിലുമുള്ള കല്ലുകളാണ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആ വെള്ളാരം കല്ലുകൾ. പലപ്പോഴും ചെമന്ന കല്ല് അത് കുറച്ച് അധികം വലിപ്പമുള്ളത് നടുവില്, അതിൻ്റെ രണ്ട് ഭാഗത്തേക്ക് വെള്ളാരം കല്ലുകൾ. അത് പലപ്പോഴും പല ആകൃതിയിലും ഒരച്ച് കൂടുതൽ ഭംഗിയാക്കിയത്. അതങ്ങനെ ആനുപാതികമായിട്ട് വലിപ്പം കുറഞ്ഞ വരുന്ന രീതിയിൽ ആസൂത്രണം ചെയ്ത് അണിയിക്കാനും ശ്രീരാമാവിന് ഭാഗ്യമുണ്ടായി. അങ്ങനെ നടവരവവും നാടകക്കാരെ പോലെ ശ്രീകൃഷ്ണൻ ആപാദമസ്തകം എന്ന വേഷം കെട്ടിയതായിട്ട് കാണാം. മാത്രല്ല ഭഗവാന്റെ മനോഹരമായ ആ മുഖം, താമര ദളം പോലെ ശോഭിക്കുന്ന ആ കണ്ണുകൾ, ഒപ്പം തന്നെ അഗ്രം കൂർത്ത ആ കളഭത്തിൻ്റെ ഉറി, അതിമനോഹരങ്ങളായ തിരുനാസിക, ഒപ്പം തന്നെ ഭഗവാന്റെ ചമന്ന ചുണ്ടുകൾ. ഇത്രയും ആകുന്ന സന്ദർഭത്തിൽ ഭഗവാന്റെ കഴുത്തിലൂടെ എത്ര മാലകളുണ്ട്. പലപ്പോഴും കാട്ടിൽ നിന്ന് പൂക്കൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മാലയുണ്ട്. ഇതേ കാട്ടിൽ നിന്ന് താമര പൊയ്കകളിൽ നിന്ന് ശേഖരിക്കുന്ന താമര പൂക്കൾ ഉപയോഗിച്ച് മാല കോർത്ത് ഭഗവാൻ അണിയിച്ചു കൊടുക്കുന്നുണ്ട് ശ്രീരാമാവ്. എന്നാൽ ഇതിനോടൊപ്പം ഭഗവാൻ അണിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉത്തരീയം അതങ്ങനെ നിവീതമാക്കി തൂക്കിക്കൊടുത്ത ശേഷം അതിൻ്റെ കസവെല്ലാം ഒന്നങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിൽ ആസൂത്രണം ചെയ്ത ശേഷം ഇന്ന് ശ്രീരാമാവാകട്ടെ ഭഗവാന്റെ കയ്യിൽ നിന്ന് ആ മണിമുരളിക വാങ്ങിച്ച് അത് തൻ്റെ ഉത്തരീയം കൊണ്ട് ഒന്നുകൂടി തുടച്ച് ആ വേണുഗാന രസികന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഭഗവാൻ കണ്ണുകൊണ്ട് ചോദിക്കണു, എങ്കിൽ ചങ്ങാതി ഇനി വേണുഗാനം ആരംഭിക്കാനല്ലേ? അത്രയും ആകുമ്പോഴേക്കാണ് എല്ലാവരും വന്നില്ലേ എന്ന് നോക്കുന്ന ശ്രീരാമാവ് അങ്ങ് അകലെയായിട്ട് ആപാദമസ്തകം പൂത്തു നിൽക്കുന്ന ആ കർണികാര വൃക്ഷത്തെ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ പറയണു, ഉണ്ണി അങ്ങ് ഒരു 5 മിനിറ്റ് കൂടി കാത്തു നിൽക്കുന്ന വേണം എന്നാണ്. അങ്ങനെ ഓടിപ്പോകുന്ന ശ്രീരാമാവാകട്ടെ
സ്വർണ പൂങ്കുലകള്, കണിക്കൊന്ന പൂക്കള് അനേകം അനേകം കൊണ്ടുവരുന്നുണ്ട്. അതിൽ കുറച്ചെണ്ണം അധികമെടുത്ത് അതിൻ്റെ ഞെട്ടിയൊന്നങ്ങനെ പൊട്ടിച്ച് വലത് ചെവിയിലൂടെ പൂക്കൾ മുന്നിലേക്ക് വരുന്ന രീതിയിൽ ഒന്നങ്ങനെ തൂക്കിയിട്ടു. അന്ന് ശ്രീതാമാവ് ഒന്നങ്ങനെ മാറി നിന്നൊന്ന് നോക്കുന്നുണ്ട്. എന്തേ, ഒരു കാതിൽ മതിയോ ഈ പൂക്കളുടെ അലങ്കാരം? ഇതാണ് നോക്കുന്നത്. അത് കണ്ടപ്പോൾ തൊട്ട അങ്ങേപ്പുറത്ത് ഇരിക്കുന്ന ബലരാമന് തോന്നുന്നുണ്ട്, ശ്രീതാമാവേ, എനിക്കാണ് എങ്കിൽ ഒരു കാതിൽ ആഭരണം അണിഞ്ഞാലും മതി. എന്തേ, എൻ്റെ അനുജനാണെങ്കിൽ രണ്ട് കാതിലും അണിയഞ്ഞാ നല്ലത്. ബലരാമനെ കുറിച്ച് ആചാര്യന്മാർ പറയുന്നുണ്ടല്ലോ, ഏക കുണ്ടല ധാരിയായി ഭഗവാൻ ബലരാമൻ സഞ്ചരിച്ചു എന്നൊക്കെ. അത് കാണുമ്പോഴാണ് അതിനനുസരിച്ചുകൊണ്ട് ആ ഇടത് ചെവിയിലൂടെയും ആ സ്വർണ്ണ പൂങ്കുലകൾ ശ്രീതാമാവ് അണിയിച്ചു കൊടുക്കുന്നത്. ആ സ്വർണ്ണ പൂങ്കുലകളുടെ നടുക്ക് ശോഭിക്കുന്ന ശ്രീകൃഷ്ണന്റെ അതിമനോഹരമായ ആ മുഖം, അതാവട്ടെ വർണ്ണിക്കാൻ വാക്കുകൊണ്ടൊന്നും സാധിക്കുന്നതല്ല. അങ്ങനെ ഭഗവാനാകട്ടെ ആ മണിമുരളിക അദ്ദേഹത്തിൻ്റെ അധരത്തോടെ ചേർത്ത് വെക്കുന്നുണ്ട്. മാത്രല്ല, രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദയ്യ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശൽ ഗീതകീർത്തി. തുടർന്ന് എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്ന രീതിയിൽ ആ വേണുവിൽ നിന്ന് ഗാനം കൊണ്ടുവരലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തുടർന്ന് ഇതേ അധ്യായത്തിൽ ആ വേണുഗാനത്തിൻ്റെ മഹാത്മ്യം പറയുന്നത് ഗോപസ്ത്രീകളാണ്. എന്തേ വേദവ്യാസ മഹർഷി പറയാതിരുന്നത്? വേദവ്യാസ മഹർഷിക്ക് ഉറപ്പുണ്ട്, വേണുഗാനത്തിൻ്റെ മാഹാത്മ്യം പറയാനുള്ള പ്രേമം അത് ആ ഗോപസ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരെ ഉദ്ധരിക്കണു വേദവ്യാസ മഹർഷി. അച്ഛൻ അത്രയേ ചെയ്തുള്ളൂ എന്നായപ്പോൾ ആ അച്ഛൻ്റെ മകൻ ശ്രീശുകദേവനും അതേ സമ്പ്രദായം പിന്തുടർന്നുകൊണ്ട് ഗോപസ്ത്രീകളെ ഉദ്ധരിച്ചാണ് വേണുഗാന മാഹാത്മ്യം ഇവിടെ അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഗോപ്യ ഊചു എന്നെ കാണുന്നത്. എന്നാൽ ഗോപസ്ത്രീകളാവട്ടെ ആചാര്യന്മാരുടെ സങ്കല്പമനുസരിച്ച് അനുസ്മരിച്ചാൽ പ്രത്യക്ഷ ശ്രോതാക്കളായിട്ട് ഭഗവാന്റെ വേണുഗാനം നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഇല്ല. അവരാകട്ടെ അവരുടെ ഗൃഹത്തിലേക്ക് ആവശ്യമുള്ള പൂക്കള്, വിറക്, അതുപോലെ തന്നെ ചില ധാതുക്കള്, നിറം ഉള്ള ചില മണ്ണ്, ഇതെല്ലാം ശേഖരിക്കുന്നതിന് വൃന്ദാവനത്തിന് ഉയർന്ന ഭാഗത്തെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ആ വേണുഗാനത്തിൻ്റെ ശബ്ദ വീഴ്ചകൾ അവരുടെ കാതുകൾ വന്ന് വീഴുന്നത്. അത് കേട്ടുകഴിഞ്ഞ ഗോപിയാവട്ടെ തൊട്ട് അങ്ങേപ്പുറത്ത് നിൽക്കുന്ന തൻ്റെ ഗോപിയോട് പറയുന്നു, ഗോപി, ഇതാ നന്ദനന്ദനൻ വേണുഗാനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അക്ഷൺവതാം ഫലമിതം നപരം വിദാമ സഖ്യ പശൂനന് വിവേശയതൊർവയസ്യ വക്രം വ്രജേശസുതയോരനുവേണു ദുഷ്ടം യൈർവാ നിവേദ കമനിര കഥകടാക്ഷമോക്ഷം. അക്ഷൺവതാം ഫലമിതം നപരം വിദാമ. കണ്ണുള്ളവന് വേണുഗാന രസികനായ ശ്രീകൃഷ്ണനെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ കണ്ണുണ്ടായിട്ട് എന്താ കാര്യം? ഇതാണ് ആ ഗോപിയുടെ പ്രത്യേകത. ഇതിൽ നിന്ന് ശ്രീശുകദേവൻ ലോകത്തോട് സംവദിക്കുന്നു, എന്തേ, കണ്ണുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ വിഗ്രഹത്തെ കാണുന്ന വേണം എന്നാണ്. തുടർന്ന് ഓരോ ഗോപികളും പറയുന്ന ആശയങ്ങളാണ് ഇതേ അധ്യായത്തിൽ കാണുക. ഒരു ഗോപി പറയുന്നു, ഏത് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണോ കൃഷ്ണൻ വേണുഗാനം ചെയ്യുന്നത്, ഹേ ഗോപി, അതാ ആ വൃക്ഷത്തിന് പുതിയ തളിരുണ്ടാവുന്നുണ്ട്. മാത്രല്ല ആ തളിര് എളുപ്പത്തിൽ പാകമാവുന്നു. അത് പൂക്കളായി മാറുന്നുണ്ട്. ആ പൂക്കൾ പലതും കൈകളായി മാറുന്നു. ആ കൈകളിൽ പലതും എളുപ്പത്തിൽ പക്വങ്ങളായ ഫലങ്ങളായി മാറുന്നുണ്ട്. എന്നാൽ ആ പൂക്കളാവട്ടെ വേണുഗാനം ചെയ്യുന്ന ശ്രീകൃഷ്ണന്റെ ശിരസിലൂടെ പതുക്കെ പതുക്കെ വർഷിക്കപ്പെടുന്നുണ്ട്. ഫലം എന്തുണ്ടായി? ഏറെ സമയം കഴിയുമ്പോഴേക്കും ശ്രീകൃഷ്ണന്റെ പാദം മൂടിയതായിട്ട് മാറുന്നുണ്ട്. എന്നാൽ തൊട്ട അങ്ങേപ്പുറത്ത് നിൽക്കുന്ന അടുത്ത ഗോപി പറയുന്നത്, ചങ്ങാതി, അവിടെ അങ്ങനെ അനേകം വൃക്ഷങ്ങൾ ഇല്ലേ?
ആ വൃക്ഷങ്ങൾ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന എത്ര 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 ലതകള വള്ളികളുണ്ട്. അവയാകട്ടെ ഭക്തസ്വരൂപിണി വാഴകുന്നം ഗുരുനാഥൻ പറയുന്നു, ചുറ്റും മരങ്ങളിൽ ചുറ്റിയ വല്ലികൾ മുറ്റുമായഞ്ഞു കീഴിഞ്ഞിടുന്നു. വളരെ വലിയ പരമപാരവശ്യം കൊണ്ട് അവ അഴിഞ്ഞഴിഞ്ഞു വീഴുന്നുണ്ട് എന്ന്. സൂര്യരശ്മികൾക്ക് ഒട്ടും തന്നെ ചൂടില്ല എന്ന് അവനുണ്ട്. നിലാവ് പോലെ അതെല്ലാവർക്കും ഒരേ സമയം കുളിർമയും മനസ്സമാധാനവും കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അടുത്ത ഗോപി പറയുന്നത്, അതേസമയം ഹേ ഗോപി, അതാ ഈ അനേകം അനേകം കുയിലുകൾ ആ കാട്ടിലുള്ളവ, അവ പൂജനം ചെയ്യാതെ ശ്രീകൃഷ്ണനെ തൻ്റെ ശ്രദ്ധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് പുറത്തു വരുന്ന ആ വേണുഗാനം മാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പുതിയ രാഗം പഠിക്കാനുള്ള ഒരു അവസരമാണ് എന്ന് തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അതേ കാട്ടിലാവട്ടെ അനേകം അനേകം ആൺമയിലുകളുണ്ട്. അവ പൂർണ്ണമായിട്ട് പീലി വിടർത്തി നൃത്തം ചെയ്യുന്നുണ്ട്. പെൺമയിലുകൾക്ക് വിടർത്താൻ പീലിയില്ല. അവയാകട്ടെ ആ ആൺമയിലിൽ ചുറ്റും പതുക്കെ പതുക്കെ ചാടിച്ചാടി സഞ്ചരിക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. ഇങ്ങനെ അനേകം 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 കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മറ്റൊരു ഗോപി പറയുന്നു, ആ വൃന്ദാവനത്തിലുള്ള അനേകം അനേകം പാറക്കല്ലുകൾ അവ പതുക്കെ പതുക്കെ അലിഞ്ഞലിഞ്ഞ് ഒഴുകുന്നുണ്ട് എന്ന്. അതേസമയം ഒഴുകുന്ന കാളിന്തിയിലെ ജലം പെട്ടെന്ന് ഘനീഭവിക്കുന്നു. മാത്രമല്ല ആ ഘനീഭവിച്ച വെള്ളത്തിന് മുകളിലേക്ക് വരുന്ന അടുത്ത വെള്ളവും ഘനീഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ നൈരന്തര്യം കൊണ്ട് ഇന്നിതാ പതുക്കെ പതുക്കെ കാളിന്തിയിലെ ജലനിരപ്പ് ഉയരുന്നു. ഉയർന്ന ഭാഗത്ത് നിന്ന് താഴത്തേക്ക് ജലം വരിക എന്നായിട്ടുണ്ട്. കാളിന്തിയുടെ രണ്ട് തീരങ്ങളിലും താമരപ്പുഴ വിടർന്നു നിൽക്കുന്ന എത്രയെത്ര ഹൃദയങ്ങളുണ്ട്. ആ ഹൃദയത്തിലെ വെള്ളവും ഘനീഭവിച്ചിട്ടുണ്ട്. കാളിന്തിയിലെ ജലത്തിൻ്റെ ഉയർന്ന നിരപ്പ്, അതുകൊണ്ട് തന്നെ താഴത്തേക്ക് വരുന്ന വെള്ളത്തിൻ്റെ പ്രവാഹ വേഗത കൂടുന്നു. അവ വിടർന്നു നിൽക്കുന്ന താമരപ്പൂവിൽ വന്ന് മുട്ടുമ്പോൾ അവ ഞെട്ടറ്റതായി മാറുന്നുണ്ട്. അങ്ങനെ ഗൃഹന്തി പാദയുഗളം കമലോപഹാര. കാളിന്തി നദിയാവട്ടെ തൻ്റെ തിരമാലകളാകുന്ന കൈകളെ കൊണ്ട് ഈ വേണുഗാന രസികനായ ഭഗവാന്റെ പാദത്തിൽ താമരപ്പൂക്കൾ സമർപ്പിച്ച് മടങ്ങുന്ന കാഴ്ചയും ഇന്നതാ കാണുന്നുണ്ട് എന്ന്. ഇങ്ങനെ അനേകം 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 കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ആ ഗോപസ്ത്രീ പറയുന്നുണ്ട്, ഹേ ഗോപി, ഇന്ന് ഈ വേണുഗാന രസികനായ ശ്രീകൃഷ്ണൻ എന്തെല്ലാം എന്തെല്ലാം മാറ്റങ്ങളാണ് പ്രകൃതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ എൻ്റെ മനസ്സിനൊരു മാറ്റം ഉണ്ടായാൽ അതിൽ വല്ല തെറ്റും പറയാൻ പറ്റൂ? അത് കേട്ടുകൊണ്ട് അടുത്ത ഗോപി ചോദിക്കുന്നു, ഒരു തെറ്റും പറയാൻ പറ്റില്ല എന്നത്. എങ്കിൽ എന്താ നിന്റെ മനസ്സിലുണ്ടായ മാറ്റം? ആ ചോദ്യത്തോടുകൂടി അടുത്ത ഗോപിയോട് ചോദിക്കുന്നു അവളുടെ ചങ്ങാതി, ആകട്ടെ നിന്റെ മനസ്സിനും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? മാറ്റം ഉണ്ടായിട്ടുണ്ടോ? താമസം ഉണ്ടായില്ല. വേണുഗാന രസികനായ ശ്രീകൃഷ്ണന്റെ ശ്രോതാക്കളായ കോടിക്കണക്കിന് ഗോപസുന്ദരിമാര് പറയുന്നു, ഈ കൃഷ്ണൻ ഇല്ലാത്ത ജീവിതം വ്യർത്ഥമാണ്, ഈ ഒരു തോന്നലുണ്ട് എന്ന്. അതിനെപ്പം എന്താ ചെയ്യേണ്ടത്? അവരെല്ലാവരും കൂടി ആലോചിക്കുന്നു. അപ്പോഴാണ് കുറച്ചുകൂടി മുതിർന്ന ഒരു ഗോപി വന്ന് പറയുന്നു, ഇപ്പോൾ തന്നെ ഈ ആഗ്രഹം ഇല്ലാതെയാക്കുന്നതാ നല്ലത്. അതെന്താ നീ അങ്ങനെ പറയുന്നത്? അനേകം അനേകം ഗോപസ്ഥകൾ ഒന്നിച്ചു ചേർന്ന് ചോദിക്കുന്നുണ്ട്, നമ്മുടെ രാജാവ് നന്ദന്റെ ഒരേ ഒരു മകൻ കൃഷ്ണൻ എവിടെ? അതേസമയം ഉപജീവനത്തിന് പാലും തേരും ഒരുമൊക്കെ വിപണനം ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരിൽ വെച്ച സാധാരണക്കാരിയായ നമ്മളുടെ ജീവിതം എവിടെ? വല്ല യോജിപ്പുമുണ്ടോ? അത് പറയുമ്പോഴാണ് മറ്റനേകം ഗോപസ്ഥകൾ ഒന്നിച്ചു ചേർന്ന് ആ ഗോപിയെ വളഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ആകട്ടെ ചങ്ങാതി, നിനക്കെങ്ങനെയാ ഈ കൃഷ്ണനെ ഉപേക്ഷിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സാധിക്കില്ല എന്ന് തന്നെയാണ്. എങ്കിൽ പിന്നെ വേദാന്തം പാതിട്ട വല്ല കാര്യമുണ്ടോ? എങ്ങനെ കൃഷ്ണനെ നേടിയെടുക്കാം അതല്ലേ ചിന്തിക്കേണ്ടത്? ആ ചിന്ത പുരോഗമിച്ചപ്പോൾ അവർക്ക് തീരുമാനമായി കൃഷ്ണനെ ജീവിതത്തിൽ സ്വീകരിക്കാൻ കാർത്യായനെ ഉപാസന ചെയ്യാമെന്നത്. അതുകൊണ്ടാണ്
തൊട്ടടുത്ത അധ്യായത്തിൽ ശ്രീ ശുകദേവൻ ഭാഗവത പ്രസിദ്ധമായ കാത്യായനി സേവ വർണ്ണിക്കാൻ ഇടയായിട്ടുള്ളത്. അങ്ങനെ കാർത്യായനി ഉപാസന ചെയ്താൽ കൊള്ളാമെന്ന ആഗ്രഹം കുടുംബത്തിൽ ചെന്ന് അറിയിച്ച ഗോപസ്ത്രീകൾ അവരുടെ കാരണവന്മാർ അനുഗ്രഹം കൂടി വാങ്ങിച്ചാണ് തുടർന്ന് കാർത്യായനി സേവ ആരംഭിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആചാര്യന്മാരിൽ ഒരു വിഭാഗം ആൾക്കാര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ കാർത്യായനി സേവ തുടങ്ങിയ ദിവസം കേരളീയരായ നമ്മൾ പറയുന്ന വൃശ്ചിക മാസം 1-ാം തീയതിയാണ് എന്നൊക്കെ. ഇവരാവട്ടെ അനേകം ഗോപസ്ത്രീകൾ കാലന്തി തീരത്ത് വരുന്നുണ്ട്. ആദ്യം ചെയ്യുന്നത് സചേല സ്നാനമാണ്. ധരിച്ചിട്ടുള്ള ആ വസ്ത്രത്തോടുകൂടി മുങ്ങിക്കുളിക്കൽ. ശേഷം അവരാവട്ടെ അനേകം സംഘങ്ങളായിട്ട് മാറുന്നുണ്ട്. ഒരു സംഘം പൂജയ്ക്ക് ആവശ്യമുള്ള പൂക്കൾ സംഘടിപ്പിക്കുന്നു. മറ്റൊരു സംഘം അപ്പോഴേക്കും പൂജയ്ക്ക് സമർപ്പിക്കാൻ ആവശ്യമായ നിവേദ്യം ഉണ്ടാക്കാൻ വിറക് സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി നിവേദ്യമെല്ലാം ഉണ്ടാക്കുമ്പോഴേക്കും മറ്റൊരു സംഘമാവട്ടെ മണലുകൊണ്ട് ഭദ്രകാളി വിഗ്രഹം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവാം, കാർത്യായനി എന്ന ആ ദേവിയുടെ ഭാവം, ഭദ്രകാളി എന്ന ഭാവം, അത് രണ്ടും ഒന്നാണോ? ശ്രീമദ് ഭാഗവതത്തിൽ വെട്ടിത്തുറന്നുകൊണ്ട് തന്നെ ശ്രീ ശുകദേവൻ പറയുന്നു, ഭദ്രകാളിം സമാനർച്ചു ഭൂയാൻ നന്ദസുതപതി. നന്ദനന്ദനെ ജീവിതത്തിൽ ഭർത്താവായി കിട്ടാൻ ഭദ്രകാളിയെ തന്നെയാണ് ഈ ഗോപസ്ത്രീകൾ ആരാധന ചെയ്തത് എന്ന്. അങ്ങനെ അവരാവട്ടെ ആ നിവേദ്യം സമർപ്പിച്ച ശേഷം അവർ സംഘടിപ്പിച്ച പൂക്കൾ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് നടത്തിയ പ്രാർത്ഥന ഇന്നാവട്ടെ ഒരു വലിയ മന്ത്രമായി മാറിയിട്ടുണ്ട്. അതാണ് കാർത്യായനി മഹാമായേ മഹായോഗിനി അധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമഃ. ശക്തി ഉപാസകന്മാരായ ആചാര്യന്മാർ പറയുന്നത് ഈ അമ്മയെ ഉദ്ദേശിച്ചിട്ടുള്ള അനേകം വലിയ മന്ത്രങ്ങളുടെ മർമ്മമാണ് ഇതിൽ കാണുന്ന ഓരോ സംബോധനയും എന്ന്. ഫലം എന്തുണ്ടായി? അനേകം മന്ത്രങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ സംഭൃതമാകുന്ന ആ ഊർജമാണ് ഇന്ന് ഈ ശ്ലോകത്തിൽ ഈ പ്രാർത്ഥനയിൽ ആവിർഭവിക്കുന്നത്. അങ്ങനെ അമ്മ ചോദിക്കുന്നു, കുട്ടികളെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നാണെങ്കിൽ അമ്മേ, നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. നന്ദനന്ദനൻ ഞങ്ങൾക്കെല്ലാവർക്കും ഭർത്താവായി വരയണമേ, അമ്മയ്ക്ക് നമസ്കാരം. ഇതും പറഞ്ഞ ശേഷം അവരാവട്ടെ അമ്മയുടെ പാദങ്ങളിൽ എന്ന് സങ്കല്പിച്ച് നമസ്കരിക്കുന്നുണ്ട്. അവരുണ്ടാക്കിയിട്ടുള്ള നിവേദ്യം അവര് പ്രസാദമായിട്ട് സ്വീകരിക്കണം. ശേഷം ആ കാളി വിഗ്രഹം ഒഴുകുന്ന കാളിന്തി നിമജ്ജനം ചെയ്താണ് അവരോരോരുത്തരും അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ ഇത് നമുക്ക് സംശയം ഉണ്ടാവാം, ഇത് ഒരു സ്ത്രീക്ക് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, പുരുഷന് ഇതെങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? അവിടെയാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ ഗരിമ. എന്തേ ഇവിടെ പ്രാർത്ഥിച്ചത് നന്ദഗോപസുതം ദേവി പതിമേ. നന്ദനന്ദനൻ ജീവിതത്തിൽ പതിയായി വരണം എന്ന്. പതി എന്ന് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അനേകം അർത്ഥമുള്ളതിൽ ഒരർത്ഥം സംരക്ഷിക്കുന്നവൻ എന്ന്. ആരെല്ലാം ശ്രീഗുരുവായൂരപ്പൻ തന്നെ സംരക്ഷിക്കുമെന്ന് ആധികാരികമായിട്ട് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കാരുണ്യം നേടിയെടുക്കാൻ, ഒപ്പം ഭഗവതിയുടെ കാരുണ്യം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വലിയ മന്ത്രമാണ് കാർത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ എന്ന്. അതുകൊണ്ട് ഇത് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ഉപാസന ചെയ്യുന്ന എത്രയെത്ര ഭാഗവതോപാസകന്മാരുണ്ട്. ഒരു മാസവും ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് അന്നൊരിക്കൽ ഈ ഭദ്രകാളി കാർത്യായനി ശ്രീകൃഷ്ണൻ്റെ അടുത്തതെന്ന് പറയുന്നു, ഇന്ന് ഒരു വിഭാഗം ആൾക്കാര് എന്നെ ആരാധിക്കുന്നുണ്ട്. അത് കേട്ടതും ശ്രീകൃഷ്ണൻ വളരെ സന്തോഷത്തിൽ തന്നെയാ പറഞ്ഞത്. ഞാൻ അന്ന് മായയോട് ആവിർഭവിക്കാൻ പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞത് ഓർക്കണില്ലേ? അർച്ചിഷ്യന്യ മനുഷ്യാസ്ത്വാം സർവകാമവരേശ്വരീം എന്നത്. എല്ലാവരും ഭഗവതിയെ ആരാധിക്കും,
ആരാധിക്കുന്നവരുടെ എല്ലാ ആഗ്രഹവും ഭഗവതി നേടിക്കൊടുക്കണമെന്നത്. അതുകൊണ്ട് ഈ ആരാധന ചെയ്യുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവതി നേടിക്കൊടുക്കന്നെ വേണം. അത്രയും പറഞ്ഞപ്പോഴാണ് ഭഗവതി പറയുന്നു, എങ്കിൽ മഹാപ്രഭു അതിന് അങ്ങയുടെ സഹകരണം കൂടി ആവശ്യമുണ്ട്. അത് കേട്ടപ്പോഴാണ് ശേഷം ചോദിച്ചത്, എന്തേ അങ്ങനെ പറയാൻ കാര്യം? അപ്പോഴാണ് ഈ അമ്മ പറയുന്നു, ഈ ഇന്ന് എന്നെ ആരാധിക്കുന്നത് വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകളാണ്. അവരുടെ ആഗ്രഹം മഹാപ്രഭു അങ്ങ് അവരുടെ ജീവിതത്തിൽ പതിയായി വരണം എന്ന് തന്നെ. അതുകൊണ്ട് അങ്ങയുടെ സഹകരണം ആവശ്യമില്ലേ? ശ്രീകൃഷ്ണൻ ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇനി ഇവരെ അനുഗ്രഹിക്കല് ഞാനായിക്കൊള്ളാമെന്ന് തന്നെ. അതിനടുത്ത ദിവസം ഈ ഗോപസ്ത്രീകളുടെ പൂജയും പുഷ്പാഞ്ജലിയും പ്രസാദ സ്വീകരണവും എല്ലാം ഉദ്ദേശിച്ചതിനേക്കാൾ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സംശയം ഉണ്ടായി എന്ന് വരാം, എന്തേ ഇവരെ പുഷ്പാഞ്ജലി കുറച്ചോ? അതുകൊണ്ടല്ല, അന്ന് അനേകം അനുകൂല ഘടകങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. കാട്ടിൽ നിന്നാണ് പൂക്കൾ കിട്ടുന്നത്, സമൃദ്ധമായിട്ട് പൂക്കളെന്ന് എളുപ്പത്തിൽ കിട്ടി. കാട്ടിൽ നിന്നാണ് വിറക് അവരെ സ്വീകരിക്കുന്നത്, ഇന്ന് നനവില്ലാത്ത വിറക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, തുറന്ന സ്ഥലത്ത് വെച്ചാണ് ഈ നിവേദ്യം ഉണ്ടാക്കുന്നത്, ഇന്ന് കാറ്റ് അനുകൂലമായിട്ടുണ്ട്, വേഗത്തിലുണ്ടായി. സർവോപരി മണല് കൊണ്ടാണ് കാളി വിഗ്രഹം ഉണ്ടാക്കുന്നത്, ഇന്ന് അവർക്ക് എളുപ്പത്തിൽ കാളി വിഗ്രഹം ഉണ്ടാക്കാനും സാധിച്ചു. ഇതുകൊണ്ട് ഈ ഗോപകുമാരികമാർ ആലോചിക്കണു, ഇനിയും ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വ്രജത്തിലേക്ക് തിരിച്ചു പോകാറുള്ളൂ. അതുകൊണ്ട് ഈ ബാക്കിയുള്ള സമയം എന്ത് ചെയ്യാം? ആ ചിന്ത പുരോഗമിച്ചപ്പോൾ അവർക്ക് തോന്നി ജലക്രീഡ ചെയ്യാമെന്നത്. അങ്ങനെ ആ ഗോപകുമാരികമാര് ജലക്രീഡയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് അവർക്ക് പെട്ടെന്ന് തോന്നുന്നു, ശ്രീകൃഷ്ണന്റെ വേണുഗാനമല്ലേ കേൾക്കുന്നത്. അതോടുകൂടി എല്ലാവരും തന്നെ പരിഭ്രമിച്ചു പോയി. എല്ലാവരും പെട്ടെന്ന് ആലോചിക്കുന്നു, ഈ സന്ദർഭത്തിലെങ്ങാനും കൃഷ്ണൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നാൽ ആകണ്ഠമഗ്നാശീതോദേവേപമാനാഹ. പരീക്ഷിത് മഹാരാജാവേ, അന്ന് ഗോപകുമാരികമാരെല്ലാവരും തന്നെ കണ്ഠം വരെ വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ വിറയ്ക്കുന്ന ശരീരമുള്ളവരായി മാറിയിട്ടുണ്ട്. എന്തേ? കാളന്തിയിലെ ജലത്തിന്റെ തണുപ്പല്ല കാരണം, മറിച്ച് അവർക്ക് തോന്നുന്നു ഈ സന്ദർഭത്തിൽ അവരനുഭവിക്കുന്ന ആ ഗൗരവം എന്തുമാത്രം വലുത് എന്ന്. അപ്പോഴാണ് ജലക്രീഡയില്ലാത്ത ജലം, കമ്പനം ഇല്ലാത്ത വെള്ളം എന്നായപ്പോൾ അതിൽ ശ്രീകൃഷ്ണൻ ഇരിക്കണമെന്ന് തോന്നൽ അവർക്കുണ്ടായി. അവരെല്ലാവരും ഒന്നുകൂടി തല താഴ്ത്തി നോക്കിയപ്പോൾ കണ്ടത് അത് ശ്രീകൃഷ്ണന്റെ പ്രതിബിംബമാണല്ലോ. അതെന്ത്? വേണുഗാനം ചെയ്യുന്ന ശ്രീകൃഷ്ണൻ വലതുവശത്തേക്ക് വേണുവെച്ചാണ് ഗാനം കൊണ്ടുവരുന്നത്. എന്നാൽ ഇന്നത് കാണുന്നത് ഇടതുവശത്തേക്കാണല്ലോ. എങ്കിൽ അത് പ്രതിബിംബം തന്നെ. എങ്കിൽ ബിംബം എവിടെ? അത് ചിന്തിച്ച് ഗോപസ്ത്രീകൾ ഒരേ സന്ദർഭത്തിലാണത്രേ തലപൊന്തിച്ചു നോക്കിയത്. കാണുന്നത് കാളന്തിയിലേക്ക് അധികം ചാഞ്ഞു നിൽക്കുന്ന വൃക്ഷം, അതിൻ്റെ ഒന്നുകൂടി ചാഞ്ഞിട്ടുള്ളൊരു കുമ്പം, അത് അങ്ങനെ ഇരിക്കണു. ശ്രീകൃഷ്ണ ഭഗവാൻ താൻ വായിക്കുന്ന വേണുഗാനത്തിൽ പൂർണ്ണമായിട്ടും ഒന്നു ചേർന്നുകൊണ്ട് ആത്മാരാമനാണ് താൻ എന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹം കണ്ണടച്ചാണ് ശ്രദ്ധിക്കുന്നത്. മാത്രല്ല, ഈ ഗോപകുമാരികമാരെ തീരത്ത് അഴിച്ചു വെച്ച അവരുടെ വസ്ത്രങ്ങള് എല്ലാതും തന്നെ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ആ പല ഭാഗത്തും തൂക്കി വെച്ചിട്ടുണ്ട്. ഒരു വസ്ത്രം പോലും കാണുന്നില്ല. രംഗമണ്ഡപം എത്ര ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു. അവർക്ക് ആ കാഴ്ച ഒരിക്കലും തന്നെ അംഗീകരിക്കാനായില്ല. അപ്പോൾ അവർക്ക് തോന്നി, എന്താണ് ചെയ്യേണ്ടത്? താമസില്ല, അവർക്ക് തീരുമാനമായി. ഇത്രയും ദിവസങ്ങൾ ഏത് ഭഗവതിയെ ആണോ തങ്ങൾ ആരാധനക്കായി സ്വീകരിച്ചത്, ആ ഭഗവതിയെ തന്നെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാനും ഇപ്പോൾ ആശ്രയിക്കാം. അങ്ങനെ ഏകമനസ്കരായിട്ട് അവർ അമ്മയോട് പ്രാർത്ഥിക്കുന്നു, അമ്മേ, ഞങ്ങൾ ഈ നന്ദനന്ദനോട് വസ്ത്രം തരണം എന്നങ്ങോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് തരാൻ തോന്നുന്ന വേണമെന്ന്. ശേഷമാണ് അവരെല്ലാവരും കൂടി ശ്രീകൃഷ്ണനെ സംബോധന ചെയ്യുന്നു. ശ്യാമസുന്ദര തേദാസ്യ കരവാമതവോദിതം ദേഹി വാസാംസ്യ ധർമ്മജ്ഞ നോചൈൽ രാജ്ഞേ ബ്രുവാമഹേ. ശ്യാമസുന്ദര, ശ്രീമദ് ഭാഗവതത്തില്
രണ്ടാമതായിട്ട് ആവർത്തിക്കാത്ത അതിവിശിഷ്ടമായ ഒരു സംബോധന, അതാണ് ശ്യാമസുന്ദര എന്നത്. എപ്പോഴാണോ പ്രേമമയികളായ ഗോപസ്ത്രീകൾ ഹൃദയത്തിൽ നിന്ന് ആവിർഭവിച്ചത്, അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ഇന്നിതാ ശ്രീകൃഷ്ണന്റെ കണ്ണാണി പോലെ ശോഭയുള്ള കവിൾത്തടത്തിൽ എന്തുമാത്രം വലിയ ആ പൊട്ടിത്തെരിപ്പുണ്ടായിട്ടുണ്ട്. എന്താ കാരണം? ശ്യാമസുന്ദര എന്ന ഈ സംബോധനയിൽ ശോഭിക്കുന്നത് ത്രിപുരസുന്ദരിയായ ആ അമ്മയുടെ വൈഭവം തന്നെ എന്ന് വേണം മനസ്സിലാക്കാൻ. വേണുഗാനം അപ്പം നിലയ്ക്കണം. മാത്രല്ല ഇവരെല്ലാവരും വീണ്ടും പറയുന്നുണ്ട്, തേ ദാസ്യ, ഞങ്ങളിതാ അങ്ങേക്ക് വാക്ക് തരുന്നു, ഞങ്ങളൊക്കെ തന്നെ അവിടുത്തെ ദാസികളാണ് മഹാപ്രഭു. കരവാമതവോദിതം, അങ്ങ് എന്തെന്നാണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്തു തരാമെന്നും ഞങ്ങളിതാ അങ്ങേക്ക് വാക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ദേഹിവാസാംസ്യധർമ്മജ്ഞ, ഹേ ധർമ്മം അറിയുന്നവനെ, അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വസ്ത്രം തന്നാലും. ഇത്രയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സംഭാഷണ ചതുരനായ ശ്രീകൃഷ്ണന് ആകെ പറയാനായത് രണ്ട് വാക്ക്. നോ ചേൽ, ഇല്ല എങ്കിലും. ഈ ഗോപസ്ത്രീകൾ ഉടനെ തന്നെ പറയുന്നു, രാജ്ഞേ ബ്രുവാമഹേ, ഞങ്ങൾ രാജാവിനോട് ചെന്ന് പറയുമെന്ന്. ഇത്രയും കേട്ടപ്പോൾ തികച്ചും സാധാരണ നിലയിലേക്കായ ശ്രീകൃഷ്ണൻ പറയുന്നു, എങ്കിൽ ഗോപകുമാരികമാരെല്ലാവരും കൂടി രാജാവിനെ കണ്ട് പരാതി പറഞ്ഞ് തിരിച്ചു വരൂ, അപ്പോഴേക്കും നിങ്ങളുടെ വസ്ത്രം ഞാൻ ഒന്നുകൂടി മടക്കി വെക്കാമെന്ന്. അപ്പൊ അവർക്ക് തോന്നി, എങ്ങനെയാണ് ഇപ്പോൾ പോകാനാകുക? അങ്ങനെ വളരെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗോപകുമാരികമാരോട് കരുണാമൂർത്തിയായ ശ്രീകൃഷ്ണൻ പറയുന്നു, ഹേ ഗോപകുമാരികമാരെ, നിങ്ങളുടെ വ്രതം എല്ലാ നിലയ്ക്കും ഗംഭീരമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് വിവസ്ത്രകളായി നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയത് കൊണ്ട് ഇത് വിഫലമാകുമോ എന്ന് ഞാൻ പരിഭ്രമിക്കുന്നു. അത് കേട്ടതും ഗോപകുമാരികമാരെല്ലാവരും തന്നെ വളരെ പരിഭ്രമിക്കുന്നുണ്ട്. 1 മാസവും ഏതാനും ദിവസവും ആചരിച്ച ഈ വ്രതം 1 മണിക്കൂറിന്റെ ജലക്രീഡ കൊണ്ട് വിഫലമാകുക എന്ന് വെച്ചാൽ വളരെ വളരെ തെറ്റായി പോയില്ലേ തങ്ങൾ ചെയ്തത്. അങ്ങനെ പശ്ചാത്താപ വിവശകളായ ഗോപസ്ത്രീകളോട് ശ്രീകൃഷ്ണൻ തുറന്നു പറയുന്നു, ഇനി എനിക്ക് ഇതിനെ പ്രായശ്ചിത്തമായിട്ട് ഒറ്റൊന്നേ പറയാനാവുള്ളൂ, എന്തേ, എന്നെ നമസ്കരിക്കൂ. അതോടുകൂടി മറ്റൊരു ചിന്തയില്ലാതെ അനേകം ഗോപസ്ത്രീകള്, അവിടെ കൂടിയ എല്ലാ ഗോപസ്ത്രീകള് എല്ലാവരും ഒരുമിച്ച് കാളിന്തി തീരത്തേക്ക് വന്ന് കൈകൾ അഞ്ജലിബദ്ധമാക്കി വെച്ച് കൃഷ്ണായ നമ എന്ന ഏകസ്വരത്തിൽ പറഞ്ഞ് ആ പരമാത്മാവിനെ നമസ്കരിക്കുന്നുണ്ട്. ഭഗവാനാവട്ടെ അവർക്ക് വസ്ത്രം കൊടുക്കുന്നു. അതെല്ലാം അണിഞ്ഞ് കൂടുതൽ സുന്ദരികളായി ശോഭിക്കുന്ന ആ ഗോപകുമാരികമാരോട് ശ്രീകൃഷ്ണൻ തുറന്നു പറയുന്നു, ഹേ ഗോപകുമാരികമാരെ, നിങ്ങൾ ഇനി ഈ വ്രതം ആചരിക്കേണ്ടതില്ല. നിങ്ങളുടെ ആഗ്രഹം എന്താ എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. അടുത്ത ശരൽക്കാലത്തിലെ പൗർണമിക്ക് അത് ഞാൻ പൂർണ്ണമായിട്ടും നിറവേറ്റി തരിക തന്നെ ചെയ്യുമെന്ന്. അങ്ങനെ ആ ഗോപകുമാരിമാരാകട്ടെ കൃഷ്ണന്റെ കാരുണ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കൃഷ്ണന്റെ പ്രേമത്തെ പൂർണ്ണമായിട്ടും സ്വീകരിക്കാനായി എന്ന തിരിച്ചറിവിലാണ് കൃതാർത്ഥകളായിട്ട് അവരവരുടെ ഗൃഹത്തിലേക്ക് അന്ന് തിരിച്ചുപോയത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഇന്നും നമുക്ക് സംശയം ഉണ്ടാവാം, ധർമ്മം സ്ഥാപിക്കാൻ വന്ന കൃഷ്ണൻ വ്യവസ്ത്രകളായ ഗോപസ്ത്രീകളോട് ജലത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറഞ്ഞത് അതെത്രയ്ക്ക് മാത്രം ധർമ്മമായിട്ടുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന്, എന്ത്, ശ്രീകൃഷ്ണന്റെ വാക്ക് അത് എല്ലായ്പ്പോഴും വേദം അനുസരിച്ച് മാത്രമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ശ്രീകൃഷ്ണന്റെ പ്രവർത്തനങ്ങളും വേദാനുസാരിയായിട്ടാണ് എല്ലായ്പ്പോഴും രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. വേദത്തിൽ പ്രത്യേകിച്ച് സൂക്തത്തിൽ പറയുന്നു, ഭൂയിഷ്ഠാന്തേതമ ഉക്തിം വിധേമ. നമ ഉക്തിം, എന്ത് പ്രവർത്തനം കഴിഞ്ഞാലും നമസ്കാരം എന്ന് പറയണം എന്ന്. ഇതുകൊണ്ടാണ് ഫലദാതാവായ കൃഷ്ണനെ അനുസ്മരിക്കണം എന്ന് ആചാര്യന്മാർ പറയുന്നത്. ഇന്ന് അതാണ് എന്തെല്ലാം ഫലങ്ങളാണോ കൊടുക്കേണ്ടത് ആ ഫലദാതാവായ കൃഷ്ണൻ പറഞ്ഞത് എന്നെ നമസ്കരിക്കൂ എന്നത്. അതുകൊണ്ട് മറ്റൊരു ചോദ്യമില്ലാതെ ഗോപസ്ത്രീകൾ അത് പൂർണ്ണമായിട്ടും അനുഷ്ഠിച്ചതായിട്ട് കാണാം. മാത്രമല്ല
ശ്രീകൃഷ്ണ പരമാത്മാവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടില്ല. എന്ത്, താൻ മാത്രമേ ഉള്ളൂ എന്ന പൂർണ്ണമായ അനുഭവം അദ്ദേഹത്തിനുണ്ട്. ഗോപസ്ത്രീകളിൽ ജീവചൈതന്യമായി ശോഭിക്കുന്നതും ഇതേ ഭഗവാനാണ്. മാത്രല്ല, ചുറ്റുപാടും നിൽക്കുന്ന ചരാചരങ്ങളില്, മരങ്ങളിലും മരങ്ങൾ പറ്റിപ്പിടിച്ച വള്ളികളിലും അതുപോലെ തന്നെ പാറുന്ന പക്ഷികളിലും ഒഴുകുന്ന ജലത്തിലും എല്ലാം ശോഭിക്കുന്നത് ഇതേ കൃഷ്ണനല്ലേ? രണ്ടുണ്ട് എന്ന ചോദ്യം എന്ന ആശയമുണ്ടെങ്കിലല്ലേ ഈ ചോദ്യം പ്രസക്തമാകുന്നുള്ളൂ. അതുകൊണ്ട് ഇതിൽ നിന്ന് ശ്രീമദ് ഭാഗവതം വഴി ശ്രീശുഖദേവൻ ലോകത്തോട് പറയുന്നു, എന്ത് പ്രവർത്തനം കഴിയുമ്പോഴും കൃഷ്ണനെ നമസ്കരിക്കൂ. അപ്പോഴാണ് ആ ഫലദാതാവ് പ്രവർത്തനത്തിന് ഒരു പൂർണ്ണത നൽകുന്നത് എന്ന്. ഇതാണ് കാർത്യായനി സേവയുടെ ഒരു സന്ദേശം. മറ്റൊന്ന്, ഈ കാർത്യായനി സേവ ചെയ്ത ഗോപകുമാരികമാരെ ശ്രീകൃഷ്ണൻ കാലാന്തരത്തിൽ രാസക്രീഡയ്ക്ക് ക്ഷണിച്ചതായും രാസക്രീഡ വഴി അവരെ ഉയർത്തിയതായിട്ടും നമ്മൾക്കറിയാം. എന്താണ് രാസക്രീഡയിൽ പങ്കെടുത്ത ഗോപസ്ത്രീകളുടെ ഔന്നത്യം? ബ്രഹ്മശങ്കരമുഖാനപീഹ പശുപാങ്കനാസു ബഹുമാനയൻ. ബ്രഹ്മാവും മഹാദേവനും അടക്കം ആ ഗോപസ്ത്രീയെ ഇന്ന് അഭിവന്ദ്യകളായിട്ട് അങ്ങോട്ട് നമസ്കരിക്കുന്നു എന്ന്. ഇത് ശ്രീശുഖദേവന്റെ ഒരു പ്രത്യേകതയാണ്. കൃഷ്ണനെ നേടിയെടുക്കാൻ അമ്മയെ ഉപാസന ചെയ്യുക എന്ന്. ശ്രീമദ് ഭാഗവതത്തിന്റെ ആവിർഭാവം മുതൽക്ക് ഇന്നേ വരെ ആരെല്ലാം ഏതെല്ലാം കാലത്ത് അറിയപ്പെടുന്ന കൃഷ്ണഭക്തന്മാരായിട്ടുണ്ടോ അവരൊക്കെ തന്നെ അതിനു മുമ്പ് ഒന്നാം തരം ദേവി ഉപാസകന്മാരാണ്. ആ ദേവിയുടെ അനുഗ്രഹം വഴിയാണ് ശ്രീമദ് ഭാഗവതത്തിലേക്കും അതുവഴി കൃഷ്ണനിലേക്കും ആ ഭഗവാന്റെ ഉയർന്ന കാരുണ്യത്തിലേക്കും അവർക്കും പ്രവേശിക്കാനായത്. ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന ഈ ഭക്തസ്വരൂപിണി വാഴകുന്നം ഗുരുനാഥനും അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂർ അമ്മയെ ഉപാസന ചെയ്താണ് അദ്ദേഹത്തിന് ശ്രീമദ് ഭാഗവതം വായിക്കണമെന്ന് തോന്നലുണ്ടായത് എന്ന്. ഫലം എന്തുണ്ടായി? ഈ വായന ഇന്ന് നമ്മൾക്ക് പല ആചാര്യന്മാരുടെയും പ്രഭാഷണം കേട്ടുകൊണ്ട് പല വ്യാഖ്യാനങ്ങൾ ആശ്രയിച്ചുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിലേക്ക് ഒരു ഉൾക്കാഴ്ച നേടിയെടുക്കാമെങ്കിൽ അന്ന് ഗുരുവായൂരില് ശ്രീധരീയം എന്ന ആ സംസ്കൃത വ്യാഖ്യാനം മാത്രം വായിച്ച് ഭഗവതസ്വരൂപിണി അർത്ഥം പറഞ്ഞപ്പോൾ എത്ര അർത്ഥതലങ്ങളാണ് ശ്രീ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കുണ്ടാക്കി കൊടുത്തത്. എന്താ കാരണം? ആ ദേവി ഉപാസനയുടെ ഗരിമ എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഭഗവാൻ അനുഗ്രഹം നേടിയെടുത്ത ആ ഗോപസ്ത്രീകളെ പിന്തുടർന്നുകൊണ്ട് ഇന്നും എത്ര ആൾക്കാരാണ് ദേവിയെ ഉപാസന ചെയ്തുകൊണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. കാർത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമഃ. അടുത്ത അധ്യായത്തിലാവട്ടെ ബ്രാഹ്മണ പത്നിമാരെ ഭഗവാൻ അനുഗ്രഹിച്ചതാണ് വർണ്ണിക്കുന്നത്. വളരെ ദിവസങ്ങൾക്ക് ശേഷം അന്നൊരിക്കല് അകാലത്തിൽ ഈ ഭഗവാനും ഒപ്പം ഉള്ള ബലരാമസ്വാമിക്കും അവരോടൊപ്പം സഞ്ചരിക്കുന്ന മറ്റ് ഗോപാല കുട്ടികൾക്കുമെല്ലാം വിശപ്പുണ്ടാവും. അതിലൊരു വിഭാഗം കുട്ടികൾ പറയുന്നുണ്ട്, ഉണ്ണി കൃഷ്ണ നമുക്ക് തിരിച്ച് വ്രജത്തിലേക്ക് ചെല്ലാം. ശ്രീകൃഷ്ണൻ പറയുന്നു, എങ്കിൽ നമുക്ക് കളിക്കേണ്ടതില്ലേ? എങ്ങനെ ഉണ്ണി വിശന്നുകൊണ്ട് കളിക്കും? ഇതാണ് അവരുടെ അടുത്ത ചോദ്യം. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ പറയുന്നു, എങ്കിൽ ഭക്ഷണം കിട്ടാൻ ഒരു എളുപ്പമാർഗമുണ്ട്. അതെന്താ? അങ്ങ് അകലെയായിട്ട് പൊന്തുന്ന പുക കാണിച്ചു കൊടുത്തുകൊണ്ട് ശ്രീകൃഷ്ണൻ പറയുന്നു, അത് എന്തെങ്കിലും കത്തുമ്പോൾ പുറത്തു വരുന്ന ഒരു വെറും പുകയല്ല, അത് ഹോമധൂമമാണ്. ബ്രാഹ്മണര് അവിടെ യാഗം ചെയ്യുന്നുണ്ട്. ഏത് യാഗത്തിനും ഒഴിവാക്കാനാവാത്ത ഒന്നാണ് ഭക്ഷണം കൊടുക്കുക എന്നത്. അതുകൊണ്ട് കുട്ടികളെ, ചങ്ങാതിമാരെ, നിങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചാൽ ഭക്ഷണം കിട്ടുന്ന ചെയ്യും എന്നാണ് അത് പറഞ്ഞതും ഇവർ പറയുന്നു, വേണ്ട ഉണ്ണി കൃഷ്ണ,
ഞങ്ങൾ പാലും തേരും മോരൊക്കെ വിറ്റാപജീവനം ചെയ്യുന്നത് എങ്കിലും കുറച്ചൊക്കെ അഭിമാനമുള്ളവർ തന്നെയാണ്. അപ്പൊ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, എങ്കിൽ അതിനൊരു കാര്യം ചെയ്യൂ. എന്ത്? നിങ്ങള് ഈ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. അതെന്താ? ഈ കാടിന്റെ അടുത്തു കൂടെ രാമനും കൃഷ്ണനും പശുപരിപാലനമായി വന്നിട്ടുണ്ട്, അവർക്ക് ഭക്ഷണം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, അത് മാത്രം പറയൂ. അതുകൊണ്ട് അതിൽ യുക്തി തോന്നിയ കുട്ടികളാവട്ടെ ഓടിച്ചെല്ലുന്നുണ്ട്. അവിടെ അന്നത്തെ യാഗ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ബ്രാഹ്മണരെ സംബോധന ചെയ്തവർ പറയുന്നു, ഹേ മഹാബ്രാഹ്മണരെ, ഈ കാട്ടിന്റെ അടുത്തു കൂടെ രാമനും കൃഷ്ണനും വന്നിട്ടുണ്ട്, അവർക്കാവട്ടെ വിശപ്പുണ്ടായിരുന്നു. എന്നാൽ ഇത് കേട്ടിട്ടും അവര് കേട്ടതായി ഭാവിച്ചില്ല. അതാണ് ഇവിടെ എടുത്തു പറയുന്നു, ശൃണ്വന്തോപി ന ശുശ്രൂ എന്നത്. അവർക്ക് കുട്ടികൾക്കുണ്ടായ ദുഃഖം വളരെ വരെ തന്നെയാണ്, അവരെ തിരിച്ചു വരുന്നുണ്ട്. എന്നാൽ ശ്രീമദ് ഭാഗവതത്തിൽ ശ്രീശുദേവൻ പറയുന്നു, എന്താ ഇതെന്ന് മനസ്സിലാക്കേണ്ടത്? എന്തേ? ചെവി കേൾക്കാത്തവനെ കാര്യം ഗ്രഹിപ്പിക്കല് പല രീതിയിലും സ്വീകരിച്ചുകൊണ്ടാണെങ്കിലും നമുക്ക് കാര്യം ഗ്രഹിപ്പിക്കല് സാധ്യം. ഇവർക്ക് ചെവി കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ചെവി കേട്ടിട്ടും കേൾക്കുന്നില്ല എന്ന രീതിയിൽ ജീവിക്കുന്ന ഇവരെ എങ്ങനെയാണ് നേരെയാക്കാനാകുക? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രീ ഗുരുവായൂരപ്പന്റെ കാരുണ്യം കൊണ്ട് കേൾക്കുന്ന കർണപുടങ്ങള്, കേൾവികളുടെ കർണപുടങ്ങള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളും ശ്രീകൃഷ്ണന്റെ കാരുണ്യത്തെ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ശ്രീകൃഷ്ണ കഥകൾ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ അത് വളരെ വളരെ കഷ്ടം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. തിരിച്ചു വന്ന ആ കുട്ടികൾ പറയുന്നു, ഉണ്ണിയെ കൃഷ്ണ, ഭക്ഷണം കിട്ടിയില്ല എന്നത്. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ വീണ്ടും പറഞ്ഞത്, എങ്കിൽ ഇവരുടെ പത്നിമാരോട് പോയി ചോദിക്കൂ. അതിൽ കുറച്ചുകൂടി അധികം യുക്തി തോന്നിയ ഇവരാവട്ടെ ആ ബ്രാഹ്മണ പത്നിമാരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഈ പത്നിശാലയിലെ പുറത്തെത്തിയപ്പോഴേക്കും തന്നെ അവർക്ക് തോന്നി, ഇവരോട് ചോദിച്ചാൽ ഒരു തെറ്റുണ്ടാവില്ല, ഭക്ഷണം കിട്ടുമെന്നത്. എന്തേ? അന്നത്തെ പ്രവർത്തനത്തിൽ പങ്കാളികളായ ആ യജമാന പത്നിമാര് അത് പരസ്പരം പറയണു, എന്ത്? നമ്മളൊക്കെ വലിയ വലിയ കുടുംബത്തിൽ ജനിച്ചവരാണ്. എന്ത്? അച്ഛൻ യാഗം ചെയ്ത ആളാണ്. ഇന്ന് എന്നെ തങ്ങളെ വിവാഹം കഴിച്ചിട്ടുള്ള നമ്പൂതിരിമാരും യാഗം ചെയ്യുന്നുണ്ട്. തങ്ങളുടെ മക്കള് വേദം പഠിക്കുന്നുണ്ട്, അവരും താമസമില്ലാതെ ഈ പ്രവർത്തനത്തിലേക്ക് വരും. ഇങ്ങനെ സ്വയം പറഞ്ഞ് അഭിമാനിച്ചിട്ട് എന്തൊന്നാ ഒരു കാര്യമുള്ളത്? എന്താ? ആ ഗോപ സ്ത്രീകളുടെ ഭാഗ്യം നമുക്കുണ്ടോ? പരമാത്മാവായ ശ്രീകൃഷ്ണൻ അവരിൽ ഒരാളായിട്ട് അവരോടൊപ്പം ജീവിക്കണം. ഉണ്ണി കൃഷ്ണ വരൂ, ഉണ്ണിക്ക് പാലുതരി കുടിക്കന്നല്ലേ വേണ്ടത്? ഉണ്ണിയെ ഉദ്ദേശിച്ച് ഇതാ ഞാൻ കട്ടത്തേരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പുതുപുത്തൻ വെണ്ണ ഞാനിതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വല്ലതും പറയാനോ അദ്ദേഹത്തെ അടുത്ത് പിടിച്ചിരുത്താനോ അദ്ദേഹത്തിൻ്റെ പുറത്തൊന്ന് തലോടി കൊടുക്കാനോ എപ്പോഴെങ്കിലും ഈ ഭാഗ്യം നമുക്കുണ്ടാവൂ. അപ്പോഴാണ് ഇവരിൽ കുറച്ചുകൂടി മുതിർന്ന ഗോപസ്ഥരെ പറയുന്നു, അങ്ങനെയൊന്നും മറിച്ച് ചിന്തിക്കണ്ടാട്ടോ. എന്ത്? എല്ലാ സന്ദർഭത്തിലും ശ്രീകൃഷ്ണനെ തന്നെ ചിന്തിക്കൂ. കരുണാമൂർത്തിയായ ഭഗവാൻ നമ്മുടെ ആഗ്രഹം നേടിത്തരിക തന്നെ ചെയ്യുമെന്ന്. അപ്പോഴാണ് ഈ ഗോപാലകുട്ടികൾ പറയുന്നു, ഹേ ബ്രാഹ്മണ പത്നിമാരെ എന്നത്. അവർക്ക് അത്ഭുതം. എന്തേ? ഇന്നേ വരെ തങ്ങളെ ഇങ്ങനെ ഒരാൾ സംബോധന ചെയ്തിട്ടില്ലല്ലോ. ആ പത്നി ശാലയിൽ നിന്ന് പുറത്തു വന്ന അവര് കണ്ടത് കൃഷ്ണന്റെ സമാന വേഷധാരികളായ എത്രയെത്ര കുട്ടികൾ എന്ന്. അവര് പറയണു, ഈ കാട്ടിന്റെ വളരെ അടുത്തുകൂടെ രാമനും കൃഷ്ണനും പശുപരിപാലനമായി വന്നിട്ടുണ്ട്, അവർക്ക് വിശക്കണുണ്ട് എന്ന്. ആ അമ്മമാരുടെ മുഖത്ത് വിരിഞ്ഞ വിചാരങ്ങൾ കണ്ടപ്പോൾ അവർക്ക് പറയാമെന്ന് തോന്നി, ഞങ്ങൾക്കും വിശപ്പുണ്ടായെന്ന്. അതോടുകൂടി ചതുർവിധം ബഹുഗുണമന്യമാദായ ഭാജനൈ, അവിടെ നേരേക്ക് വെച്ചിട്ടുള്ള 4 വിധം ഭക്ഷണ സാധനങ്ങളോ അതെടുത്തുകൊണ്ടാണ് അത്രേ അവര് അവിടെ നിന്ന് ഓടി വന്നത് എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഓടി വന്ന ആ തൻ്റെ ഭക്തകളെ ഭഗവാൻ എന്ന് സ്വീകരിച്ചതും അത്
വിശിഷ്ടമായ ഒരു ഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ്. ശ്രീമദ്ഭാഗവതത്തിൽ പറയുന്നു, ശ്യാമം ഹിരണ്യപരിധിം വനമാല്യബരഹധാതു പ്രവാള നടവേഷമനൂവ്രതാംസേ വിന്യസ്തഹസ്തമിതരേണ ധുനാനമബ്ജം കർണോൽപലാളകപോലമുഖാബ്ജഹാസം ശ്യാമം ഘനപ്പെട്ട നേർനിറത്തിൽ അങ്ങനെ ശോഭിക്കുന്ന ഭഗവാൻ. അദ്ദേഹമാവട്ടെ അതിസുന്ദരനായി ശോഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴുത്തിലാവട്ടെ അതിവിശിഷ്ടമായ വനമാല്യബരിഹാധാതു പ്ലവാട നടവേഷമനൂവ്രതാംസേ കാട്ടുനിന്ന് കിട്ടുന്ന അനേകം മനോഹരങ്ങളായ പൂക്കളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മാല, അത് ഭഗവാന്റെ പാദം കൂടി കവിഞ്ഞങ്ങനെ കിടക്കുന്നുണ്ടാകും തന്നെ. മാത്രല്ല അദ്ദേഹത്തിന്റെ ഇടത് കൈയാകട്ടെ തൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ചങ്ങാതിയുടെ ചുമല് വെച്ചിട്ടുണ്ട്. മാത്രല്ല അദ്ദേഹം ഇന്ന് കയ്യിൽ വിന്യസ്തഹസ്തമിതരേനധുനാനമബ്ജം വലത് കയ്യിലാവട്ടെ ഒരു താമരപ്പൂവ് എടുത്തിട്ടുണ്ട്. അതങ്ങനെ കറക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം ശോഭിക്കുന്ന ആ അതിസുന്ദരനായ ഭഗവാനെ കണ്ട സന്ദർഭത്തിൽ എല്ലാം കൂടെ മറന്ന് അവരാവട്ടെ ആ ഭഗവാന്റെ സന്തോഷം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കയ്യിൽ കൊണ്ടുവന്നിട്ടുള്ള നിവേദ്യസാധനങ്ങൾ ഭഗവത് പാദത്തിൽ സമർപ്പിക്കുക തന്നെ ഉണ്ടായി. എങ്കിൽ ശ്രീമദ്ഭാഗവതത്തിന് വ്യാഖ്യാനം പറഞ്ഞ വാഴകുന്നം ഗുരുനാഥനെ പോലുള്ള ആചാര്യന്മാര് പറയുന്നു, ആ വാഴകുന്നം ഗുരുനാഥന്റെ പാരമ്പര്യത്തിൽ വന്ന ആചാര്യന്മാർ അനുസ്മരിക്കുന്നു, ഈ ശ്രീകൃഷ്ണന്റെ അടുത്ത് നിന്ന ചങ്ങാതി ആരാണ്, എന്തിനാണ് അദ്ദേഹം കയ്യിലെടുത്തിട്ടുള്ള ഈ താമരപ്പൂവ് അന്ന് ചുഴറ്റിക്കൊണ്ട് ബ്രാഹ്മണപത്നിമാർക്ക് ഒരു ദർശനം കൊടുത്തത്. ഈ അന്വേഷണം പുരോഗമിച്ചപ്പോൾ അവർക്ക് കണ്ടെത്താനായത് ചലിസ്വരൂപിണി രാധയുടെ ഒരു ആഗ്രഹത്തെ അംഗീകരിച്ച് അന്ന് ശ്രീതാമാവിന്റെ വേഷം കെട്ടാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ് ശ്രീതാമാവിന്റെ വേഷം എടുത്തുകൊണ്ടാണ് അത്രയെന്ന് ചലിസ്വരൂപിണി വന്നത് എന്ന്. അങ്ങനെ ആ അമ്മയുടെ ആഗ്രഹം ഉണ്ടായപ്പോഴാണ് അകാലത്തിൽ ഇവർക്ക് ഗോപകുമാരന്മാർക്ക് അന്ന് വിശപ്പുണ്ടാകുന്നത്. പിന്നെ എന്തിനാ ഈ കയ്യിലെടുത്തിട്ടുള്ള താമരപ്പൂവ് വീശിക്കൊണ്ട് ഇരിക്കുന്നത്? വേഷം കെട്ടി എല്ലാവരെയും അന്ന് വിഡ്ഢികളാക്കാൻ ശ്രീകൃഷ്ണന്റെ പ്രാണപ്രേയസിയായ ത്രിസ്വരൂപിണി രാധാദേവിക്ക് സാധിച്ചുവെങ്കിൽ ആ അമ്മയുടെ മുഖത്തു നിന്ന് പുറത്തു വരുന്ന ഗന്ധം അതാവട്ടെ ഇപ്പോൾ വിരിഞ്ഞ താമരപ്പൂവിന്റെ ഗന്ധമാണ് എന്ന് ധരിച്ച് അനേകം വണ്ടുകളെ കൂട്ടത്തോട് വരുന്നുണ്ട്. ഈ പ്രയാസം അനുഭവിച്ച രാധയെ അതിൽ നിന്ന് രക്ഷിക്കാനാണ് അത്രേ ഭഗവാൻ തികച്ചും തൻ്റെ സ്വാഭാവികമായ പ്രവൃത്തി എന്ന നിലയ്ക്ക് ഒരു താമരപ്പൂവ്, ഒപ്പം തന്നെ ഒരു തണ്ടുള്ള താമരപ്പൂവ് എടുത്ത് അതങ്ങനെ കറക്കിക്കൊണ്ട് രാധയുടെ മുഖത്തേക്ക് വരുന്ന വണ്ടുകളെ മാറ്റിക്കൊണ്ടു നിൽക്കുന്നതായെന്ന്. എന്നാൽ അങ്ങനെ തൻ്റെ മുന്നിൽ ഓടി വന്ന ആ ബ്രാഹ്മണപത്നിമാരെ സംബോധന ചെയ്തുകൊണ്ട് ശ്രീകൃഷ്ണൻ പറയുന്നു, സ്വാഗതം വോ മഹാഭാഗാഹ, ഹേ മഹാഭാഗ്യവതികളെ, നിങ്ങൾക്ക് സ്വാഗതം ഉണ്ടായെന്ന്. ശ്രീമദ് ഭാഗവതത്തില് ശ്രീകൃഷ്ണൻ സ്വാഗതം വോ മഹാഭാഗാ എന്ന് ഇനിയും ആവർത്തിക്കുന്നത് ഈ കാർത്യായനി സേവ ചെയ്ത ഗോപകുമാരികമാര് എല്ലാം വിട്ട ശ്രീകൃഷ്ണൻ മാത്രമാണ് സ്വീകാര്യമായിട്ടുള്ളൂ എന്ന തിരിച്ചറിവിൽ ആ വേണുഗാനത്തിൽ ഭ്രമിച്ച് രാസക്രീഡയ്ക്ക് ഓടി വന്നപ്പോഴാണ്. ഇന്ന് അതേപോലെ കൃഷ്ണന് സമർപ്പിക്കുന്നത് ഉപരിയായിട്ട്, കൃഷ്ണനെ കാണുന്നതിലുപരിയായിട്ട് മറ്റൊന്ന് ജീവിതത്തിൽ ലാഭമായിട്ടില്ല എന്ന തിരിച്ചറിവ് ഈ ബ്രാഹ്മണ പത്നിമാർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവരെ സ്വീകരിക്കുമ്പോൾ കൃഷ്ണൻ പറയുന്നു, സ്വാഗതം വോ മഹാഭാഗാ, ഹേ മഹാഭാഗ്യവതികളെ, നിങ്ങൾക്ക് സ്വാഗതം എന്ന്. ഈ രണ്ട് ഭാഗവത സന്ദർഭം ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം, ആരെല്ലാമാണോ ശ്രീകൃഷ്ണനെ മാത്രമാണ് സ്വീകരിക്കേണ്ടത് എന്ന തിരിച്ചറിവിൽ ശ്രീകൃഷ്ണന് വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, ശ്രീകൃഷ്ണന്റെ ആവശ്യത്തിന് വേണ്ടി ചിന്തിക്കുന്നത്, ശ്രീകൃഷ്ണന് വേണ്ടി തൻ്റെ വാക്ക് മാറ്റിവെക്കുന്നത്, ശ്രീകൃഷ്ണന് വേണ്ടി തൻ്റെ പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുന്നത്,
അവരെ സ്വീകരിക്കുമ്പോഴും ശ്രീകൃഷ്ണൻ ഇന്ന് പറയുന്നുണ്ട്, ഹേ മഹാഭാഗ്യവാന്മാരെ, ഹേ മഹാഭാഗ്യവതികളെ, നിങ്ങൾക്കെങ്കിലും ഈ ഒരു തോന്നലുണ്ടായില്ലേ എന്നത്. അങ്ങനെ അതെല്ലാം സ്വീകരിക്കുന്ന കൂട്ടത്തിൽ ശ്രീകൃഷ്ണൻ പറയും, നിങ്ങൾ ബ്രാഹ്മണപത്നിമാരെ യാഗഭൂമിയിലേക്ക് തിരിച്ചു ചെല്ലുക തന്നെ വേണം. നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ഈ നിവേദ്യ സാധനങ്ങൾ ഭക്ഷണം സ്വീകരിച്ച് രാമന്റെ സഹായത്തോടുകൂടി കൃഷ്ണൻ പറയുന്നു, ഞാൻ ആദ്യം എൻ്റെ ചങ്ങാതിമാർക്ക് വിളമ്പി കൊടുക്കട്ടെ, ശേഷം ഞങ്ങളും കഴിക്കുന്നുണ്ട്. മാത്രമല്ല, ഞങ്ങൾ ഈ പാത്രം അവിടെ കൊണ്ടുവന്ന് കഴുകി കമഴ്ത്തി തരാമെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ബ്രാഹ്മണഭക്തന്മാർക്ക് തോന്നുന്നുണ്ട്, എന്തേ തങ്ങൾക്ക് ഈ കൃഷ്ണന്റെ അടുത്ത് നിന്ന് ഇനിയും ഇനിയും പോണം എന്ന് തോന്നലില്ലല്ലോ. മാത്രല്ല, ആ അമ്മമാർക്ക് തോന്നുന്നു, തങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണം ഇദ്ദേഹത്തിൽ നിന്ന് വിളമ്പി കൊടുക്കാൻ സാധിച്ച എത്ര നന്നായി. ആ കൃഷ്ണൻ ഭക്ഷണം കഴിക്കുന്നത് അമൃതയത്ത് അതൊന്ന് നേരിട്ട് കാണാൻ സാധിച്ച അത്ര നന്നായി. പക്ഷേ ഭഗവാന്റെ കൽപ്പന അതല്ലല്ലോ. അത് മനസ്സിലാക്കുന്ന ആ ബ്രാഹ്മണപത്നിമാരാകട്ടെ തിരിച്ചു പോകുമ്പോൾ മറ്റൊരു ചിന്ത കൂടി അവർക്കുണ്ടായിട്ടുണ്ടെന്ന്. അവർക്ക് തോന്നുന്നു, അവരവരുടെ നമ്പൂതിരിമാര് ബ്രാഹ്മണരെ അവരെ സ്വീകരിക്കലുണ്ടാവും. അതെന്തേ, അന്ന് ഞാൻ ഓടി വരുമ്പോൾ ഇവരൊക്കെ തന്നെ ഇവരെ തടഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അവർക്ക് തോന്നി, കൃഷ്ണൻ എന്തായാലും തങ്ങളെ സ്വീകരിക്കലുണ്ടാവും, കൃഷ്ണൻ ഒരിക്കലും തങ്ങളെ തിരസ്കരിക്കലുണ്ടാവില്ല. കൃഷ്ണന്റെ ചങ്ങാതിമാര് വരുമ്പോൾ അവരോടൊപ്പം തിരിച്ചു വരിക തന്നെ ചെയ്യാമെന്നാണ്. എന്നാൽ അവിടേക്ക് യാഗഭൂമിയിലേക്ക് വന്ന ബ്രാഹ്മണപത്നിമാർക്കാവട്ടെ ഉയർന്ന സ്വാഗതമാണ് കിട്ടിയത്. എന്തേ അങ്ങനെ ഉണ്ടാവാൻ കാരണം? 1 മണിക്കൂർ കൊണ്ട് അഥവാ 1.5 മണിക്കൂർ കൊണ്ട് ഇവരുടെയൊക്കെ ഭർത്താക്കന്മാർക്ക് എന്താ ഒരു മനസ്സിന് മാറ്റുണ്ടാവാൻ കഴിയും? അപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്. അനേകം ബ്രാഹ്മണ പത്നിമാര് ഭഗവാന് സമർപ്പിക്കാനുള്ള നിവേദ്യവുമായി കൂടി വരുന്ന കൂട്ടത്തിൽ ഇവരൊക്കെ തന്നെ അവരെ തടഞ്ഞിട്ടുണ്ട്. ആ തടസ്സം തട്ടി മാറ്റിക്കൊണ്ടാണ് കാളിന്തി പ്രവാഹം എന്നതുപോലെ ഈ ബ്രാഹ്മണ പത്നിമാരെ ഒഴുകി വന്നത്. ആ കൂട്ടത്തിൽ കുറച്ചുകൂടി അധികം പ്രായമുള്ള ആ അമ്മയെ മറ്റ് ബ്രാഹ്മണരെല്ലാവരും കൂടി ഒരുമിച്ച് പിടിച്ച് ഒരു മുറിയിൽ തളക്കുന്നു. ആ അമ്മയും ഭഗവാന് സമർപ്പിക്കാനുള്ള ഒരു നിവേദ്യം കയ്യിലെടുത്തിട്ടുണ്ട്. തനിക്ക് മാത്രം പോവാനായില്ലല്ലോ, തൻ്റെ ഒപ്പമുള്ള മറ്റ് പത്നിമാർക്ക് കൃഷ്ണനെ കാണാനും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആ ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം സമർപ്പിക്കാനും സാധിച്ചില്ലേ? ഈ ചിന്തയോടുകൂടി ആ അമ്മ മനസ്സൊരുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഉണ്ണി കൃഷ്ണ, എനിക്ക് മാത്രം അങ്ങയെ കാണാൻ ഭാഗ്യമുണ്ടായില്ലല്ലോ. വീണ്ടും ഒരിക്കൽ കൂടി കൃഷ്ണ എന്ന് വിളിച്ചതേയുള്ളൂ. ആ അമ്മയുടെ സമർപ്പണത്തെ അംഗീകരിച്ച് ആ ജീവാത്മാവിനെ തൻ്റേതാക്കാൻ കുതിച്ച് ശ്രീകൃഷ്ണ പരമാത്മാവ് ആ ജീവന്റെ സൽഗതി അംഗീകരിക്കുന്നു. അത് നേരിട്ട് കണ്ടവരാണ് ആ ബ്രാഹ്മണര്. അവർ വേദം പഠിച്ചവരാണ്, വേദം പഠിപ്പിക്കുന്നവരാണ്, യാഗം ചെയ്തവരാണ്, യാഗം ചെയ്യിക്കുന്നവരാണ്. അവർക്കൊരു കാര്യം ഉറപ്പായി, അസപുനരാവർത്തതേ, ഇനി ആവർത്തിക്കേണ്ടതില്ല എന്ന കൃഷ്ണന്റെ ലോകത്തിലേക്കാണ് ആ ജീവൻ കുതിച്ചു പൊന്തിയത്. അതുകൊണ്ട് അവർക്ക് തോന്നി, ഇത് തങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീക്ക് മാത്രല്ല ഉള്ളത്, മറ്റു സ്ത്രീകൾക്കും ഇതേപോലെ തന്നെ കൃഷ്ണന്റെ പ്രേമല്ലേ. ഈ കൃഷ്ണൻ ഈ ജന്മത്തിൽ തങ്ങൾക്ക് തന്നിട്ടുള്ള ഒരേ ഒരു അധികാരം യജ്ഞഭോക്തായ കൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ യാഗം ചെയ്യലാണ്. എപ്പോഴാണോ ഒരാഗ്രഹവും ഇല്ലാതെ, എല്ലാ ആഗ്രഹവും പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കിക്കൊണ്ട് ഇത് നടപ്പിലാക്കാനാകുന്നത്, അന്നേണ് ഈ പ്രേമഭാവം തങ്ങൾക്ക് നേടിയെടുക്കാനാവുള്ളൂ. എന്നാൽ ഈ സ്ത്രീകൾക്കോ, ഇവർക്കാവട്ടെ നാസാം ദ്വിജാതി സംസ്കാരോ ന നിവാസോ ഗുരാവപി ന തപോ നമീമാംസ ന ശൗചം ന ക്രിയാശുഭ. ഇവർക്ക് ഉപനയനം മുതലായ ബ്രാഹ്മണ സംസ്കാരങ്ങൾ ഉണ്ടായിട്ടില്ല. ഇവരാവട്ടെ ഒരിക്കലും ഗുരുകുലവാസമില്ലാത്തവരാണ്.
ഇവരാവട്ടെ കേമനായ ഒരു ഗുരുവിൻ്റെ അടുത്ത് വേദാന്ത ചിന്ത അഭ്യസിച്ചവരല്ല. എന്നാൽ ഇവർക്ക് മറ്റൊന്നുണ്ടായി. അതെന്ത്? അഥാവിഹ്യുത്തമ ശ്ലോകേ കൃഷ്ണേ യോഗേശ്വരേശ്വരേ ഭക്തൃദൃഢാനചാസ്മാകം സംസ്കാരാദ്യമതാമഹി. വേദം പഠിക്കുന്നതിൻ്റെയും വേദം പഠിപ്പിക്കുന്നതിൻ്റെയും യാഗം ചെയ്യിക്കുന്നതിൻ്റെയും വേദാന്ത ചിന്തയുടെയും എല്ലാം ആത്യന്തികമായ ഭാവം യോഗേശ്വരേശ്വരനായ കൃഷ്ണനിൽ അചഞ്ചലമായ ഭക്തി നേടിയെടുക്കാനാകുക എന്ന. അതാവട്ടെ ഈ ബ്രാഹ്മണ പത്നിമാർക്ക് തങ്ങളുടെ ജീവിത പങ്കാളിമാർക്ക് വളരെ വേഗത്തിൽ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചു വരുന്ന ഓരോ ബ്രാഹ്മണ പത്നിയും അഭിവന്ദ്യകളാണ്. ഈ തിരിച്ചറിവിലാണ് അന്ന് അവരെ സ്വീകരിച്ചത്. എന്നാൽ ഏറെ വർഷത്തെ ഒന്നിച്ചുള്ള ജീവിതം വഴി ഈ ജീവിത പങ്കാളിയിൽ നിന്ന് ആ ബ്രാഹ്മണർക്കും കൃഷ്ണനിൽ ഉയർന്ന ഭക്തിയുണ്ടായി എന്ന് വേണം കരുതാൻ. അതല്ലാതെ പരീക്ഷിത് മഹാരാജാവേ, കംസാദ്ഭീതാചലൻ, ഈ ബ്രാഹ്മണരെ അടുത്തുകൂടെ കൃഷ്ണൻ വന്നിട്ടുണ്ട് എന്നറിഞ്ഞിട്ടും അദ്ദേഹത്തെ അവിടെ പോയി ഒന്ന് നമസ്കരിക്കാൻ തയ്യാറായില്ല. അതെന്ത്? അവർക്ക് കംസനിൽ നിന്ന് ഭയമുണ്ടായിരുന്നു പരീക്ഷിത്ത്. അതും പറഞ്ഞുകൊണ്ടാണ് ആ 23-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഇതാണ് സത്യം പറഞ്ഞ ശ്രീമദ് ഭാഗവതം ഇന്ന് കാണുന്ന രീതി എഡിറ്റ് ചെയ്ത ഭഗവാൻ വേദവ്യാസ മഹർഷിയുടെ ഒരു സാമർഥ്യം. എന്തേ അവിടെ അദ്ദേഹം അധ്യായം മുറിച്ചത്? കാരണം എന്താ? അനുവാചകന്, ശ്രീശുഖദേവന്റെ ഒപ്പം ചിന്തിക്കുന്നവന്, പരീക്ഷിത്ത മഹാരാജാവിൻ്റെ അതേപോലെ ശ്രീമദ് ഭാഗവതം ശ്രവിക്കുന്നവർക്ക് ഇന്ന് എന്തെല്ലാം ചിന്തകൾ നേടിയെടുക്കാൻ പറ്റുമോ അതൊക്കെ തന്നെ ആ അനുവാചക സ്വാതന്ത്ര്യം അതനുവദിക്കണം. ആ അനുവാചക സ്വാതന്ത്ര്യം അനുഭവിച്ച ഒരു ആചാര്യൻ ഉത്തരം പറയുന്നത് കേട്ടിട്ടുണ്ടോ? കംസനിൽ നിന്നുള്ള ഭയം കൊണ്ട് ഈ ബ്രാഹ്മണരെ പോയില്ല എന്നാണ്. എങ്കിൽ ഇതേ ഭയം ആ ഇവരുടെ ബ്രാഹ്മണ പത്നിമാർക്കുണ്ടായിട്ടില്ലേ? എന്നാൽ എന്തേ അവര് പോയത്? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് തോന്നി ഇന്ന് തങ്ങൾ ഓടിപ്പോകുമ്പോൾ ഒരുപക്ഷെ കംസന്റെ ഭൃത്യന്മാര് തടഞ്ഞു എന്ന് വരാം. അല്ലാതടഞ്ഞില്ല എങ്കിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം കൃഷ്ണനെ ദർശിക്കല്, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കല്, അത് സാധിക്കില്ലേ? അതിന് തങ്ങളൊന്ന് ശ്രമിക്കട്ടെ. ഈ ശ്രമമാണ്, ഭഗവാനെ ദർശിക്കണമെന്ന ശ്രദ്ധയാണ് ഭഗവാനെ സമർപ്പിക്കാതെ ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല എന്ന തിരിച്ചറിവാണ് സത്യം പറഞ്ഞാൽ ഏതൊരാൾക്കും ഭഗവാനിലേക്കുള്ള പ്രയാണത്തിന് ആക്കം കൂട്ടുന്നത്. അതുകൊണ്ട് കംസൻ എന്ന് പറയുന്ന ഭാഗവത കഥാപാത്രം ഭയം എന്നുള്ളതിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ആരെല്ലാം ഇന്ന് ഓരോ കാര്യങ്ങൾ ഭയന്നുകൊണ്ട് കൃഷ്ണ ഉപാസന മാറ്റിവെക്കുന്നുവോ അവർക്കൊക്കെ തന്നെ ഒരു ഉത്തരം നൽകുന്നു ശ്രീശുഖദേവൻ. അതല്ല വേണ്ടത് എന്ന്. മറിച്ച് ലോകത്തിൻ്റെ ഭയമായാലും തൻ്റെ ജീവിത പങ്കാളി എന്ത് ചിന്തിക്കുമെന്ന് ഭയപ്പെട്ടായാലും തൻ്റെ മകനോ തൻ്റെ മകളോ തൻ്റെ ഗുരുവായൂരപ്പൻ്റെ ഉപാസനയ്ക്ക് താൻ ശ്രമിച്ചാൽ എന്ത് ചിന്തിക്കും, ഇത് ഭയപ്പെട്ടാലോ ഒരു കാര്യമില്ല. ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമം നമ്മളായിട്ട് ചെയ്യൂ. അത് തന്നെയാണ് ഏറ്റവും വലുത്. അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ തുടർന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ ചിന്തിച്ചത്? അദ്ദേഹത്തിന് തോന്നി ഈ ബ്രാഹ്മണര് അവരുടെ കർമ്മവാസന എപ്പോഴാണോ പൂർണ്ണമായിട്ട് ഒടുങ്ങുന്നത് അന്ന് തന്നിൽ എത്തിച്ചേരുന്നു ചെയ്യും. അതേസമയം അവരെ അന്ന് അദ്ദേഹം കൂടുതലൊന്നും ഈ കാര്യത്തിൽ തെറ്റുള്ളവരായിട്ട് അംഗീകരിച്ചില്ല. എന്നാൽ ഇതേ കൃഷ്ണനാണ് ആ യാഗത്തിൽ നിന്ന് യാഗഭാഗം വാങ്ങിച്ച ദേവേന്ദ്രനെ ഏറ്റവും വലിയ തെറ്റുകാരനായി അന്ന് കണക്കാക്കുന്നത്. ആ ദേവേന്ദ്രൻ
ഈ ബ്രാഹ്മണർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. ഹേ മഹാബ്രാഹ്മണരെ, നിങ്ങളുടെ ഭാഗ്യമാണ് കൃഷ്ണൻ, ജഗദീശ്വരൻ, സർവാത്മാവ്, യജ്ഞഭുക്ക് ഇവിടെ വന്ന ഭക്ഷണം ചോദിക്കുന്നത്. കൊണ്ടുപോയി കൊടുക്കൂ. കൊടുക്കലുണ്ടായില്ല. അതുകൊണ്ട് ദേവേന്ദ്രൻ നിയമം മറന്നുപോയി തോന്നുന്നുണ്ട്. ഇദ്ദേഹത്തെ നിയമം പഠിപ്പിക്കാതെ വയ്യല്ലോ. അങ്ങനെ വീണ്ടും അനേകം മാസങ്ങൾ കഴിയുമ്പോഴാണ് ആ കൊല്ലത്തെ ഗോപന്മാര് അനുഷ്ഠിക്കുന്ന ഇന്ദ്രനുള്ള യാഗം അദ്ദേഹം ഗോവർദ്ധനത്തിന് മാറ്റി ചെയ്യാമെന്ന് പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ 10-ാമത്തെ സ്കന്ധത്തിൽ 24 മുതൽക്ക് 28 കൂടിയ അധ്യായങ്ങളിലെ വിഷയം അതാണ് ഈ ഗോവർദ്ധന യാഗം, ഗോവർദ്ധനോദ്ധാരണം മുതലായവ. അന്നൊരിക്കല് ശ്രീകൃഷ്ണ ഭഗവാൻ നന്ദൻ്റെ അടുത്ത് വന്ന് ചോദിക്കണു, എന്താ അച്ഛ വളരെ വലിയ തിരക്കങ്ങിക്കേണ്ടതൊന്നും? അതേ ഉണ്ണി, എന്തേ ഈ കൊല്ലത്തെ ദേവേന്ദ്രന്റെ യാഗത്തിന് ശ്രമിക്കുകയാണ് നമ്മൾ. എന്തിനാണ് ദേവേന്ദ്രൻ യാഗം ചെയ്യുന്നത്? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവനെ പോലെ ഭഗവാന് ചോദ്യം. എങ്കിൽ നന്ദൻ പറയണു, ഉണ്ണി, ദേവേന്ദ്രനെ യാഗം ചെയ്തില്ല എങ്കിൽ മഴ കിട്ടില്ല എന്ന് തന്നെ. ഭഗവാൻ പറയണു, അച്ഛൻ, ഈ മഴയും ദേവേന്ദ്രന്റെ സന്തോഷവും തമ്മില് അഥവാ ദേവേന്ദ്രനും തമ്മില് ഒരു ബന്ധമുണ്ടെന്ന് തോന്നണില്ല കേട്ടോ. എങ്കിൽ മനസ്സിലായില്ല. ഇതാണത്രേ അന്ന് നന്ദന്റെ മുഖത്തുണ്ടായത്. ശ്രീമന്നാരായണീയത്തിൽ വളരെ ഭംഗിയായിട്ട് ശ്രീകൃഷ്ണന്റെ ഒരു ചോദ്യം ആവിഷ്കരിക്കണു മേൽപ്പത്തൂര്. ഗുരുവായൂരപ്പൻ ചോദിക്കണു, അച്ഛാ, കാട്ടിലാണോ നാട്ടിലാണോ മഴ കൂടുതലുള്ളത്? സംശയമില്ല, അത് കാട്ടിൽ തന്നെയാണ് കൂടുതലുള്ളത്. എങ്കിൽ മഹാരണ്യേ വൃക്ഷ കിമ്യവാബല്യമിന്ദ്രായ ദദതേ, കാട്ടിൽ ആരെങ്കിലും ദേവേന്ദ്രനെ യാഗം ചെയ്യുന്നുണ്ടോ? ഉത്തരം മുട്ടിയവരായി മാറി ദേവേന്ദ്ര, അന്ന് നന്ദൻ. എന്നിട്ടും അദ്ദേഹം ചോദിക്കുന്നു, എങ്കിൽ പിന്നെ എങ്ങനെയാണ് കൃഷ്ണന്റെ അഭിപ്രായത്തിൽ മഴ പെയ്യുന്നത്? അതിന് ശ്രീകൃഷ്ണൻ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞ അതേ ആശയമാണ് ഇന്നും ഈ പുതിയ ശാസ്ത്രലോകം കണ്ടെത്തി പറയുന്നത് എന്ന് അത്ഭുതകരമായിട്ട് നാം മനസ്സിലാക്കേണ്ടതാണ്. ശ്രീകൃഷ്ണൻ പറയുന്നു, സൂര്യന്റെ താപം പ്രത്യേകിച്ച് ചൂടുള്ള മാസങ്ങളിൽ, അതുകൊണ്ട് തന്നെ വലിയ വലിയ ജലാശയങ്ങളിൽ നിന്ന് ജലത്തിന്റെ പൊടി പൊന്തുണു. ഇതാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അതാണ് രജസാ ചോദ്യതാമേഘ വർഷന്റംബൂനി സർവത എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് അതിന് നീരാവി എന്നാണ്. അത് മുകളിലേക്ക് പൊന്തുന്നുണ്ട്, അത് മേഘമായിട്ട് മാറുന്നു, അത് ഒന്നിച്ചു കൂടുന്നുണ്ട്. എപ്പോഴാണോ ഇടിമിന്നല് അഥവാ തണുത്ത കാറ്റുണ്ടാകുന്നത്, അച്ഛാ, ആ മുകളിലേക്ക് പൊന്തിയ വെള്ളം താഴത്തേക്ക് മഴയായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ന് നമുക്ക് മഴ കിട്ടുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ മഴ കിട്ടിയാലും നമുക്ക് ഈ വൃന്ദാവനവാസികൾക്ക് ഈ വൃന്ദാവനത്തിൽ മഴ കിട്ടിയാലല്ലേ അതുകൊണ്ട് ഫലം ഉണ്ടാവുള്ളൂ, എങ്കിലല്ലേ പുൽമേറികൾ സമൃദ്ധമായിട്ടുണ്ടാവുള്ളൂ. അതിന് നമ്മളെ സഹായിക്കുന്നത് ഈ ഗോവർദ്ധനം എന്ന പർവ്വതമാണ്. അതും പറഞ്ഞ് ശ്രീകൃഷ്ണ മഹാപ്രഭുവാവട്ടെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ കയ്യും പിടിച്ച് ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആ വലിയ പർവ്വതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, ഇതാ ഇപ്പോഴും കൂടി നോക്കൂ, ഈ മഴമേഘങ്ങളെ തന്റെ മടിയിൽ പിടിച്ചു നിർത്തിയിട്ടില്ലേ ഈ പറയുന്ന ഗോവർദ്ധനം. അതുകൊണ്ട് അച്ഛൻ മഴ പെയ്യണമെന്ന് ഉദ്ദേശിച്ചാണ് ദേവേന്ദ്രൻ യാഗം ചെയ്യുന്നത് എങ്കിൽ ഗോവർദ്ധനത്തിന് തന്നെയാണ് ചെയ്യേണ്ടത്. നന്ദനോ കാര്യമായിട്ടൊന്നും മനസ്സിലാക്കാനായില്ല. അദ്ദേഹത്തിന് ഒരു കാര്യം മാത്രം ഉറപ്പായി, ഈ കൃഷ്ണന്റെ ആഗ്രഹം അതാണ്, എങ്കിൽ അതന്നെയാ വേണ്ടത്. എന്നിട്ടും അദ്ദേഹം പറയുന്നു, ഉണ്ണി കൃഷ്ണ, എങ്ങനെയാണ് ഗോവർദ്ധനത്തിന് യാഗം ചെയ്യേണ്ടത് എന്ന് ഇതിനു മുമ്പ് കണ്ടു മനസ്സിലാക്കാൻ എനിക്കായിട്ടില്ല. ഏതെങ്കിലും ഗ്രന്ഥം വായിച്ച് അത് മനസ്സിലാക്കിയിട്ടില്ല. എങ്ങനെയാവേണ്ടത്? എങ്കിൽ എനിക്കറിയാമെന്ന ഭാവത്തിൽ കൃഷ്ണൻ പറയുന്നു, ആദ്യം ചെയ്യേണ്ടത് ഒരു ദിവസം നിശ്ചയിക്കലാണ്. മാത്രല്ല, അന്നാവട്ടെ പശുക്കളെ ഗോമാതാക്കൾ എന്നും പറഞ്ഞ് നമ്മൾ പൂജ കഴിക്കേണ്ടതാണ്. കാളകളെ കുളിപ്പിച്ച് കൊമ്പിലെല്ലാം ചായം തേച്ച് അവയ്ക്ക് മാല അണിയിച്ച് അവയെയും നമ്മൾ പൂർണ്ണമായിട്ടും ബഹുമാനിക്കേണ്ടതാണ്. ഈ സന്ദർഭത്തിൽ കൃഷ്ണന് ഏതാണ്ടൊരു 7 വയസ്സ് പ്രായം. അന്ന് ആ 7 വയസ്സുകാരന് ഏതെല്ലാം
ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരാണോ അറിയുന്നത്, അതെല്ലാം ഉണ്ടാക്കണമെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു ശ്രീമദ് ഭാഗവതത്തിൽ. അതാണ് സയ്യാവ അപൂപ ഷഷ്കുലി സർവദോഹശ്ച ഗൃഹ്യതാം എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയാനാണ് വന്നത്. സയ്യാവ് എന്ന് വെച്ചാൽ ഗോതമ്പ് കൊണ്ടുകൊണ്ട എല്ലാ പലഹാരങ്ങളും ആയിക്കൊള്ളട്ടെ. അത് കഴിഞ്ഞ പിന്നെ അപൂപം എന്ന് വെച്ചാൽ നമ്മളെ കേരളീയയിൽ പറയുന്ന അപ്പം, അത് ധാരാളമായിക്കൊള്ളട്ടെ എന്ന്. ആ കൃഷ്ണൻ ഇന്ന് നമ്മുടെ ഗുരുവായൂരപ്പനായപ്പോൾ പ്രത്യേകിച്ച് അഷ്ടമരോഹിണിക്ക് എത്രയെത്ര കുട്ടകങ്ങളായിട്ടാണ് അപ്പങ്ങനെ ഭഗവാന് സമർപ്പിക്കുന്നത് ഇല്ലേ? അന്ന് തുടങ്ങിയതാണ് ഈ അപൂപത്തിനോടുള്ള ഗുരുവായൂരപ്പന്റെ പരമം എന്ന് വേണം മനസ്സിലാക്കാൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഷഷ്കുലി എന്ന് വെച്ചാലോ നമ്മൾ പറയുന്ന മുറുക്ക്. ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഒന്നുകൂടി ശ്രീകൃഷ്ണൻ പറയുന്നു എല്ലാവിധ പാലുൽപ്പന്നങ്ങളും ആയിക്കൊള്ളട്ടെ എന്ന്. എങ്കിൽ അച്ഛാ, ഒരു കാര്യം കൂടി പറയാതെ വയ്യാട്ടോ തന്തേ, ഇത് ഇന്ദ്രനുള്ള യാഗമല്ല, മറിച്ച് ഗോവർദ്ധനത്തിനുള്ള യാഗം. അതുകൊണ്ട് എൻ്റെ മലയാളികളായ ഭക്തന്മാര് പറയുന്നത് പോലെ പൊന്ന് വെക്കണ്ടോർത്ത് പൂവെങ്കിലും വെക്കണ്ടേ എന്നതുപോലെ ആവരുത്. എന്തേ, അത് വഴിപാട് എന്ന നിലയ്ക്ക് ആവണ്ട, വിപുലമായിട്ട് തന്നെ ആയിക്കൊള്ളട്ടെ. നന്ദനെന്ന് ചിരിവന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഉണ്ണിയെ കൃഷ്ണ, എല്ലാവിധ ഭക്ഷണ സാധനങ്ങളും നിവേദ്യ സാധനങ്ങളും ഉണ്ടാക്കാനുള്ളത് കൊണ്ടുവരാം. ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ അങ്ങ് തന്നെ പറഞ്ഞുക്കൂ എത്രയാ വേണ്ടത് എന്ന്. അങ്ങനെ ഭഗവാന്റെ കൽപ്പനയ്ക്കനുസരിച്ചാണ് അത്രേ അന്നെല്ലാം ഉണ്ടായത്. രാവിലെ നിശ്ചയിച്ച ദിവസം ഭഗവാനാകട്ടെ ഒന്നുകൂടി പറയുന്നു, ഇന്ന് ഗോവർദ്ധനം തികച്ചും കേമനായ ഒരു ഈശ്വര ഭാവത്തിൽ നമ്മൾ ഗിരിപ്രദക്ഷിണം നടപ്പിലാക്കണമെന്ന്. അതും കൂടി കഴിഞ്ഞ് ഉത്സാഹശാലികളായ ഗോപന്മാരുടെ സഹായത്തോടുകൂടി ആ ഉണ്ടാക്കിയ നിവേദ്യ സാധനങ്ങളെല്ലാം വളരെയധികം പരന്ന മൈതാനത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ തുറന്ന് പറയുന്നു, എല്ലാവരും തൊഴുകയുമായിട്ട് നിൽക്കൂ, ഞാൻ പറയുന്നത് ഏറ്റുചൊല്ലൂ എന്ന്. ശ്രീകൃഷ്ണൻ പറയുന്നു, ഹേ ഗോവർദ്ധന പർവ്വതമേ, വൃന്ദാവനത്തിന്റെ അലങ്കാരമായി ശോഭിക്കുന്ന അങ്ങാണല്ലോ. കാറ്റ് എന്നോ മഴ എന്നോ മഞ്ഞ് എന്നോ വെയില് എന്നോ വ്യത്യാസമില്ലാതെ ഈ ഞങ്ങളെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ എളിയ ബലി സ്വീകരിച്ചാലും. അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മൈതാനത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായിരുന്ന ഒരു വലിയ പാറക്കല്ല് അതാ പൊട്ടുന്നു. അതിൽ നിന്ന് ആജാന ബാഹുവായ വൃക്ഷം പുറത്തേക്ക് വരുന്നുണ്ട്. സ്വയം അദ്ദേഹം പരിചയപ്പെടുത്തി, ഞാനാണ് ഗോവർദ്ധനം, നിങ്ങളെ വിളിച്ചപ്പോൾ വരാതെ വയ്യ എന്ന് തോന്നിയിട്ടുണ്ടായെന്ന്. അതോടുകൂടി നന്ദമഹാരാജാവ് ആണത്രേ ആ വലിയ ആവണപ്പലക കൊണ്ടുവന്ന് വെച്ചത്. മാത്രല്ല, ഒരു സ്വർണത്തിന്റെ തളിക ഏതാണ്ട് ഒരു ഇലയുടെ രൂപത്തിൽ ആസൂത്രണം ചെയ്തത് അത് യശോദ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. പിന്നെ ഒട്ടും താമസിച്ചില്ല, എല്ലാവരും കൂടി അവിടെ നേരേക്ക് വെച്ചിട്ടുള്ള എല്ലാവിധ നിവേദ്യ സാധനങ്ങളും അതങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന പുരുഷനോ ഒരു പ്രയാസമില്ലാതെ അതങ്ങനെ ഉരുട്ടി കഴിക്കുന്നുണ്ട് എന്ന്. ഇതെല്ലാം കണ്ടപ്പോൾ കുറച്ചൊരു അത്ഭുതമുണ്ടായ ശ്രീശുഖദേവൻ ആലോചിക്കണു, ഇന്നപ്പ ആരാ, ഞാനാണ് ഈ ഗോവർദ്ധനം എന്ന പർവ്വതം എന്നും പറഞ്ഞ് മുന്നോട്ട് വന്നത്. ഇതൊന്ന് മനസ്സിലാക്കാം. ഇത് ചിന്തിച്ച അദ്ദേഹം ആ മഹാപുരുഷന്റെ പുറത്ത് പിന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, അദ്ദേഹം ഉരുട്ടി വായിലാക്കുന്ന ഏതൊരു കബളവും അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് വായു വിളിച്ചു നിൽക്കുന്ന ആ 7 വയസ്സുകാരൻ കൃഷ്ണന്റെ വായിലേക്കാണ് വന്ന് വീഴുന്നത് എന്ന്. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, ശൈലോസ്മീതി ബ്രുവൻ ഭൂരിബലിമാദത് വപു, ഞാനാണ് പർവ്വതം എന്നും പറഞ്ഞ് ഗുരുവായൂരപ്പ അങ്ങയെ മാത്രം അങ്ങയുടെ വാക്കുകളെ മാത്രം വിശ്വസിച്ച അങ്ങയുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ അമിതാശനായിട്ട് എല്ലാം സ്വീകരിച്ചില്ലേ, അത്ഭുതം അതേ പറയാനാവൂ എന്ന്. അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാം കഴിഞ്ഞപ്പോൾ അമ്മ വളരെ സന്തോഷിച്ച് ഗോവർദ്ധനം എന്ന പേരിൽ പരിചയപ്പെടുത്തിയ ഭഗവാൻ തന്നെ അവരോട് പറയുന്നുണ്ട്, ഹേ വ്രജവാസികളെ, നിങ്ങൾ സമർപ്പിച്ച ഈ എളിയ ബലി എനിക്ക് എല്ലാ നിലയ്ക്കും കേമമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താഗ്രഹം ഉണ്ടായെങ്കിലും എന്നെ സമീപിക്കൂ,
നാം വിശ്രമിക്കട്ടെ. അതും പറഞ്ഞ് ഭഗവാൻ അന്നാകട്ടെ വെന്നിലേക്ക് അങ്ങനെ ചെന്ന് ആ പാറയുടെ പിളർപ്പിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാവർക്കും അത്ഭുതമായി എന്ന് അന്ന് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ശ്രീകൃഷ്ണൻ ഓരോരോ ഗോപാല പ്രമുഖന്മാരുടെയും മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നന്ദന് തോന്നുന്നുണ്ട്, എൻ്റെ മകൻ ഞങ്ങൾ പറഞ്ഞു, അതോടുകൂടി എല്ലാവർക്കും അത് അംഗീകരിക്കാമെന്നായി. കൃഷ്ണന്റെ വാക്ക് എത്രമാത്രം വലുത് എന്ന്. എന്നാൽ ഇത് കേട്ടപ്പോൾ പൊട്ടിത്തെറിച്ചു പോയി ആ ദേവേന്ദ്രൻ. അദ്ദേഹം പറയുന്നു, എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുട്ടി കൃഷ്ണൻ വല്ല പൊട്ടത്തരങ്ങളും പറഞ്ഞു എങ്കിൽ ചുരുങ്ങിയത് ആ നന്ദനെങ്കിലും അതൊന്ന് മാറ്റി പറഞ്ഞു കൊടുക്കല്ലേ വേണ്ടത്. അപ്പോഴാണത്രേ ദേവേന്ദ്രന്റെ രണ്ട് ഭാഗത്തുണ്ടായിരുന്ന അഗ്നി ഭഗവാനും വായു ഭഗവാനും പറഞ്ഞത്, കൃഷ്ണൻ ഒരു സാധാരണ കുട്ടിയൊന്നുമല്ല, അതുകൊണ്ട് അങ്ങ് ആ നിലയ്ക്ക് ചിന്തിക്കരുത് എന്ന്. അപ്പോഴും ദേവേന്ദ്രൻ പറയുന്നുണ്ട്, ആയിരിക്കാം, പക്ഷെ ഇന്ന് കൃഷ്ണൻ മനുഷ്യന്റെ ഭാവത്തിലാണ്. മുഖത്ത് എന്ത് വേഷമാണോ അണിഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് ആടിയെങ്കിലേ കാണാൻ കൊള്ളൂ, അല്ലെങ്കിൽ പിന്നെ ത്രിദശ സദസാം കോപി മഹിമാ. ഈ ദേവലോകത്തിന് എന്തൊന്ന അധികമായിട്ടൊരു മഹാത്മ്യം പറയാനുള്ളത്. ഇത് പറഞ്ഞപ്പോൾ ഇത് കേട്ടുകൊണ്ടുണ്ടായിരുന്ന അഗ്നി ഭഗവാനും വായു ഭഗവാനും ചിരിച്ചുകൊണ്ടാണത്രേ അവിടെ നിന്ന് പോയത്. അവരെന്താ ചിന്തിച്ചത്? ആചാര്യൻ അനുസ്മരിച്ചു കേട്ടിട്ടുണ്ട്, പറഞ്ഞത് കേൾക്കാൻ സാധിക്കാത്തവർക്ക് രണ്ട് കൊണ്ടെങ്കിലേ മനസ്സിലാവൂ എന്ന്. തുറന്ന തന്നെ ഉണ്ടായത്. അങ്ങനെ കോപിതനായ ആ ദേവേന്ദ്രനാവട്ടെ മഴമേഘങ്ങൾ കൽപ്പിക്കുന്നുണ്ട്, നിങ്ങൾ വ്രജത്തിൽ ചെന്ന് മഴ പെയ്യിക്കണം, ആ വ്രജമണ്ഡലം മുഴുവൻ ഒഴുക്കിക്കളയണം എന്ന്. അഹം നാഗമാരുഹ്യ, ഞാൻ ആനപ്പുറത്ത് കയറിക്കൊണ്ടുവരുന്നുണ്ട് എന്ന്. എന്തേ അങ്ങനെ പറയാൻ കാര്യം? ആചാര്യനാവട്ടെ വളരെ നാമം കലർത്തിക്കൊണ്ട് അനുസ്മരിച്ചു കേട്ടിട്ടുണ്ട് ദേവേന്ദ്രന്റെ ഒരു ചിന്ത. ദേവേന്ദ്രൻ ചിന്തിക്കണു, കൃഷ്ണന്റെ നിറവും ഈ മഴമേഘങ്ങളുടെ നിറവും ഒന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരേ നിറക്കാര് എന്നാണെങ്കിൽ പല തെറ്റും ചെയ്യുമ്പോഴും ആ നിറത്തിൻ്റെ ഐക്യം കൊണ്ട് പല വിട്ടുവീഴ്ചയും ചെയ്യലുണ്ടാവില്ലേ? എങ്കിൽ ഈ മഴമേഘങ്ങൾ എങ്ങാനും മഴ പെയ്യിക്കാതിരുന്നാൽ ഞാൻ ആനപ്പുറത്ത് വന്ന് കയറി നിൽക്കുന്നുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പം. ശ്രീമദ് ഭാഗവതം രസിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ആചാര്യന്മാരുടെ അനേകം വ്യാഖ്യാനങ്ങൾ അതിലൊന്ന് എന്നേ പറയാനാവുള്ളൂ. അങ്ങനെ മഴ ആരംഭിച്ച സന്ദർഭത്തിൽ ആദ്യമൊക്കെ വലിയൊരു മഴ എന്ന് മാത്രം തോന്നിയ ഗോപന്മാര് അത് വീണ്ടും വർദ്ധിച്ചു വന്നപ്പോൾ നന്ദന്റെ ഗൃഹത്തിൽ വന്ന ശ്രീകൃഷ്ണൻ പറയുന്നു, ഉണ്ണി കൃഷ്ണ, സ്ഥൂല വർഷധാര, ഒരു തുള്ളിക്ക് ഒരു തൂണിന്റെ വലിപ്പുണ്ടായെന്ന്. അത് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ രാമനോടൊപ്പം പുറത്തേക്ക് വരുന്നുണ്ട്. അത്രയ്ക്കൊക്കെ വലിയ മഴയാണോ പലപ്പോഴും മലയാളികളായ നമ്മൾ ആലോചിക്കാറില്ലേ? അതേപോലെ തന്നെയാണ് അത്ര ശ്രീകൃഷ്ണൻ എന്ന ആകാശത്തേക്ക് നോക്കിയത്. ആ കൂട്ടത്തിൽ ഗോപന്മാര് പറയുന്നു, ഉണ്ണി കൃഷ്ണ, ഞങ്ങളുടെ ഒരു തോന്നല്, എല്ലാ കൊല്ലവും നമ്മൾ ദേവേന്ദ്രനെ ഉദ്ദേശിച്ചാണല്ലോ യാഗം ചെയ്യാറുള്ളത്. ഇക്കൊല്ലം അത് മാറ്റി ഗോവർദ്ധനത്തെ ചെയ്തപ്പോൾ അതിൽ കുപിതനായ ദേവേന്ദ്രൻ നമ്മളെ ഇല്ലാതെയാക്കാൻ വർഷിക്കണു, മഴ പെയ്യിക്കണു എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് മഹാപ്രഭോ, ഉണ്ണി, അങ്ങല്ലാതെ ആരുണ്ട് ഞങ്ങളെ രക്ഷിക്കാൻ? എന്നാൽ അത് കേട്ട സന്ദർഭത്തിൽ കൃഷ്ണനും പറയുന്നുണ്ട്, ഇന്ദ്രോ നാശായ വർഷതി. ശ്രീകൃഷ്ണൻ പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം അന്ന് യോഗേശ്വരനായ ബലരാമന് മാത്രം മനസ്സിലാക്കാനായത്. ഗോപാല പ്രമുഖന്മാര് പറഞ്ഞത് ദേവേന്ദ്രൻ ഈ വ്രജവാസികളെ നശിപ്പിക്കാനാണ് മഴ പെയ്യിക്കുന്നത് എന്നാണ്. എന്നാൽ കൃഷ്ണൻ എന്തേ ഉദ്ദേശിച്ചത്? ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ നാശത്തിനാ മഴ പെയ്യിക്കുന്നത് എന്ന് തന്നെയാണ്. പിന്നെ അങ്ങനെ തന്നെ ഉണ്ടായത്. ശ്രീകൃഷ്ണൻ പറയുന്നു, എന്തിനാ നിങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ പേടിക്കുന്നത്? നമ്മളോട് ആ ബലി സ്വീകരിച്ച ശേഷം ഗോവർദ്ധനം പറഞ്ഞിട്ടില്ലേ എന്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് അപേക്ഷിക്കാമെന്നത്? അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് ചെല്ലാം. അങ്ങനെ കൃഷ്ണന്റെ നേതൃത്വത്തിൽ എല്ലാവരും കൂടി ഗോവർദ്ധനം എന്ന ആ വലിയ പർവ്വതത്തിന്റെ അടുത്തെത്തുന്നുണ്ട്. അപ്പോൾ തിരിഞ്ഞു നോക്കുന്ന കൃഷ്ണൻ കാണുന്നത് എത്രയെത്ര പുരുഷന്മാര്, എത്രയെത്ര സ്ത്രീകള്, എത്രയെത്ര കുട്ടികള്,
എല്ലാവരും മഴ കൊണ്ട് തല താഴ്ത്തിയാ വരുന്നത്. ഒപ്പം തന്നെ കോടാനുകോടി പശുക്കള്, കോടാനുകോടി കാളകള് എല്ലാവരും തല താഴ്ത്തിയാ വരുന്നത്. ശ്രീകൃഷ്ണന് തോന്നി ഇവരാണ് കൃഷ്ണന്റെ വാക്ക് ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചവർ. ആരെല്ലാം അവരുടെ ജീവിതത്തിൽ കൃഷ്ണന്റെ വാക്ക് ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുന്നുണ്ടോ അവരൊരിക്കലും തല കുനിക്കരുത്, അവരുടെ തല പൊന്തി നിൽക്കുക തന്നെ വേണം എന്നാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അന്ന് ചെയ്തത് ദധാരലീലയാ കൃഷ്ണഛത്രാകമിവ ബാലക. അദ്ദേഹം ആവട്ടെ പറയുന്നു, ഹേ ഗോവർദ്ധന പർവ്വതമേ ഒന്ന് പൊന്തി നിന്നാൽ കൊള്ളാം. അതോടുകൂടി ആ ഭഗവാന്റെ ആഗ്രഹത്തെ അംഗീകരിച്ചുകൊണ്ട് ഗോവർദ്ധനം പൊന്തുന്നുണ്ട്. ഇതാണ് അവർക്ക് തോന്നുന്നത്. അങ്ങനെ ആ ഗോവർദ്ധനം പൊന്തിയപ്പോൾ രൂപപ്പെട്ട കുഴിയിലേക്ക് എല്ലാവരും ഇറങ്ങി നിൽക്കൂ. ഇതാണ് ശ്രീകൃഷ്ണന്റെ അന്നത്തെ കൽപ്പന. അങ്ങനെ അന്നാവട്ടെ തഥാ നിർവിസുർഗർത്തം, ആ പടുകുഴിയിലേക്ക് എല്ലാവരും ഇറങ്ങി നിൽക്കുന്നതായിട്ട് കാണാം. ഇവിടെയാണ് സാധാരണക്കാരായ നമ്മുടെയൊക്കെ യുക്തി തോറ്റുപോകുന്നത്. മഴ പെയ്ത വെള്ളം കയറുമ്പോൾ കുഴിയിൽ ഇറങ്ങി നിൽക്കുകയാണോ വേണ്ടത്, അതോ കുന്നിന്റെ മുകളിൽ കയറി നിൽക്കുകയാണോ വേണ്ടത്? നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ട് വെള്ളം വരാത്ത കുന്നിന്റെ മുകളിൽ കയറി നിൽക്കാം എന്നത്. എന്നാൽ ഇന്നാവട്ടെ ഈ വ്രജവാസികള് തഥാ നിർവിസുർഗർത്തം, അവര് ആ ഗർത്തത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. എന്താ കാരണം? കൃഷ്ണാശ്വാസിതമാനസാഹ, ഇത് അവരോട് പറഞ്ഞത് ശ്രീകൃഷ്ണനാണ്. ആ കൃഷ്ണന്റെ വാക്കിൽ അവർക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട്. ആ കൃഷ്ണന്റെ സംരക്ഷണത്തിൽ അവർക്ക് അത്രയ്ക്ക് സ്വീകാര്യതയുമുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? എന്നാൽ ഒരു കാര്യം ഉറപ്പായി ശ്രീകൃഷ്ണൻ എന്തേ, ഇന്ന് 7 ദിവസം ഈ മഴ ഉണ്ടാവുകയും ചെയ്യും. അപ്പോഴാണ് അടുത്തേക്ക് വന്ന് ശ്രീരാമാവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഗോപന്മാർ ചോദിക്കുന്നു, ഉണ്ണിയെ കൃഷ്ണ, അങ്ങ് ഈ മല ഏറ്റിക്കൊണ്ട് നിന്നാൽ കൈ കടയില്ലേ? അതിന് ഞാൻ മല ഏറ്റിക്കൊണ്ട് നിൽക്കണില്ലല്ലോ കുട്ടികളെ. ഇതാണ് ശ്രീകൃഷ്ണന്റെ വാക്ക്. പിന്നെ എന്തിനാണ് അങ്ങ് ആ ഇടത് കൈയെ പൊന്തിച്ചു നിൽക്കുന്നത്? പ്രത്യേകിച്ച് ആ ഇടത് കൈയിലെ ചെവൽ എന്തിനാ പൊന്തിക്കുന്നത്? ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നു, പുറത്തേക്ക് നോക്കൂ, അവിടെ മഴ കാണണില്ലേ? ഒപ്പം കാറ്റും കാണണില്ലേ? ഇനിയും ഈ കുടം മുകളിലേക്ക് പൊന്തിയാൽ ആ കാറ്റിൽ വെള്ളം ഉള്ളിലേക്ക് വന്നാൽ ഈ കുഴിയിൽ വെള്ളം നിറയില്ലേ? അതുകൊണ്ട് ഇനി ഈ കുട മുകളിലേക്ക് പൊന്തണ്ട എന്നും പറഞ്ഞ് ഞാനൊരു അടയാളം കാട്ടി നിൽക്കുക കേട്ടോ. ഇതൊക്കെ പറഞ്ഞ് ആദ്യം ഇവരെ സമാധാനിപ്പിക്കാനായി കൃഷ്ണനെങ്കിൽ കൃഷ്ണ പ്രേമം അത്രയ്ക്കുള്ള ആ ചങ്ങാതിമാർക്ക് തോന്നി, തങ്ങളുടെ ചങ്ങാതിയായ കൃഷ്ണനെ കൈ കടഞ്ഞാലോ, അതുകൊണ്ട് തങ്ങൾക്ക് ചെയ്യാവുന്നത് ചെയ്യാമെന്ന് തന്നെ അവരവരുടെ പശുക്കളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ചൂരക്കൊലു കൊണ്ടുവന്ന് ആ വലിയ മല താഴത്തേക്ക് വിടാതിരിക്കാൻ അല്ല, എന്തേ തങ്ങളുടെ കൃഷ്ണന്റെ കയ്യിനെ കടച്ചിലുണ്ടാവരുത് എന്ന് ചിന്തിച്ച് പല ഭാഗത്തും മുട്ടുകൊടുക്കുന്നുണ്ട്. ഇതാണ് കൃഷ്ണന്റെ പ്രേമത്തിന്റെ പ്രത്യേകത. ഇവിടെ യുക്തിയല്ല ജയിക്കുന്നത്, മറിച്ച് കൃഷ്ണന്റെ പ്രേമം തന്നെയാണ് ജയിക്കുന്നത്. ഇത് കണ്ടപ്പോൾ കൃഷ്ണൻ ഉറപ്പായി ഇവർക്ക് 7 പകല് 7 രാത്രി എന്നായാൽ ശരീരത്തിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് ഉറക്കം വേണ്ടി വരും, ഭക്ഷണം വേണ്ടി വരും, വിശപ്പുണ്ടായിന്ന് വരും. ഇതെല്ലാം ഇല്ലാതെയാക്കാൻ എന്താ നല്ലത്? അങ്ങനെ ശ്രീകൃഷ്ണൻ അന്ന് അരയിൽ തിരികെ വെച്ചിരുന്ന ആ മണിമുരളിക ഉരിയെടുത്ത് വീണ്ടും വേണുഗാനം ചെയ്തപ്പോൾ ആ വേണുഗാനം വഴി കൃഷ്ണനിൽ ഒന്നിച്ചു ചേരാൻ ആ കോടാനും കോടി വ്രജവാസികൾക്കെന്ന് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. താമസം 7 ദിവസം ഏതാനും ക്ഷണനേരം എന്ന രീതിയിൽ കഴിയുന്നു. മഴ നിന്നു എന്നായപ്പോൾ എല്ലാവരും തന്നെ അവരവരുടെ ഗൃഹത്തിലേക്ക് പുറപ്പെടുന്നുണ്ട്. ശ്രീകൃഷ്ണൻ വീണ്ടും പഴയ സ്ഥാനത്ത് തന്നെ ആ ഗോവർദ്ധന പർവ്വതത്തെ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. തിരിച്ചു വരുമ്പോഴോ നന്ദൻ എന്ന മഹാരാജാവ് ആലോചിക്കുന്നുണ്ട്, എത്രയെത്ര ബുദ്ധിമുട്ടിയിട്ടാണ്, എത്രയെത്ര ആൾക്കാർ പങ്കെടുത്തിട്ടാണ്, എത്രയെത്ര മാസങ്ങൾ ചെയ്തിട്ടാണ് താൻ ആ വ്രജമണ്ഡലം ബൃഹദ്വനത്തിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് മാറ്റിവെച്ചത്. എങ്കിൽ ഇന്ന് ഇത്ര വലിയ മഴ പെയ്തപ്പോൾ തുറന്നുണ്ടായിട്ടുള്ള വെള്ളപ്പാച്ചിലില് തൻ്റെ ഒപ്പം തന്നെയുള്ള ഗോപന്മാരുടെ ഒക്കെ ഗ്രഹങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ടാവില്ലേ? അവിടെ എത്തിയപ്പോൾ കാണുന്നത് നന്ദനോ അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കോ ചിന്തിക്കാനാകാത്ത സൗകര്യങ്ങളുള്ള
എത്ര രമ്യങ്ങളാണ് ആ യോഗേശ്വരൻ ഉണ്ടാക്കി കൊടുത്തത്. ഒരു ആചാര്യൻ പറയുന്നു, ചിന്താമണി പ്രകര സദ്മസു കൽപ്പവൃക്ഷലക്ഷാവൃതേഷു സുരഭീരഭിപാലയന്തം. ചിന്താമണി പ്രകര സദ്മസു, അവിടെ കാണുന്ന ഓരോ കല്ലിനും സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള ചിന്താമണി എന്ന ആ കല്ലിനേക്കാൾ അനുഗ്രഹിക്കാൻ കഴിവുണ്ട് എന്ന്. അതുപോലെ തന്നെ അവിടെ കാണുന്ന ഓരോ വൃക്ഷത്തിനും പാരിജാതം എന്ന വൃക്ഷത്തിനേക്കാൾ അനുഗ്രഹിക്കാൻ കഴിവുണ്ട്. അവിടെ കാണുന്ന ഓരോ പശുക്കൾക്കും സുരഭി കാമധേനുവിനേക്കാൾ അനുഗ്രഹിക്കാൻ കഴിവുണ്ട് എന്ന്. ഇതെല്ലാം ആരാ ചെയ്തത്? എങ്ങനെ അദ്ദേഹത്തിന് ചെയ്യാനായി? അതിൽ ഉത്തരം പറയുന്നു ഇതേ ആചാര്യൻ. അതാണ് ലക്ഷ്മീ സഹസ്ര ശതസംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദ്യ പുരുഷം തമഹം നമാമി. ആദ്യപുരുഷനായ ഗോവിന്ദനാവട്ടെ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ നേടിക്കൊടുക്കാൻ കോടാനുകോടി മഹാലക്ഷ്മിമാര്, സമ്പത്തിന്റെ അധിദേവതമാര് പരിഭ്രമിച്ചുകൊണ്ട് അന്നവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അങ്ങനെ ആ ഗോപന്മാർക്ക് വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നുണ്ട്. തനിക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കിയ ആ ദേവേന്ദ്രൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് അങ്ങുകൂടി വരണം എന്നത്. അന്ന് ബ്രഹ്മാവാകട്ടെ സുരഭിയെ കൂടി പറഞ്ഞയക്കലാണ് ഉണ്ടായത്. ഇത്രയും ആകുമ്പോൾ ശ്രീകൃഷ്ണനോ അദ്ദേഹം പതിവ് പോലെ പശുക്കളെ പരിപാലിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഗോപന്മാര് അന്ന് നന്ദന്റെ അടുത്ത് ഒന്ന് ചോദിക്കണു, ഹേ മഹാരാജാവേ, അങ്ങയുടെ മകൻ എന്തുമാത്രം കേമന, അദ്ദേഹം ആരാണ്, എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അതും പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ അതിസാഹസമായ രീതിയിൽ ഇതേ വ്രജവാസികളെ സംരക്ഷിച്ച അനേകം സന്ദർഭങ്ങൾ ചൂണ്ടിക്കാണിക്കണു. അവര് ചോദിക്കണു ആരാണ് കൃഷ്ണൻ. നന്ദൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെക്കാൾ ഒന്നും കൂടുതൽ അറിയില്ല എന്ന്. ഇവരെ പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്താനാകുന്നില്ല എന്നാകുമ്പോഴാണ് ഗർഗാചാര്യൻ എഴുതിയിട്ടുള്ള കൃഷ്ണന്റെ ജാതകക്കുറിപ്പ് വായിക്കാമെന്ന് അദ്ദേഹം പറയുന്നത്. അതിൽ ഒരേ ഒരു ഫലശ്രുതിയെ കാണുന്നുള്ളൂ, നാരായണ സമോ ഗുണൈ എന്നത്. നാരായണന്റെ ഗുണഗണങ്ങൾക്ക് സമമായ ഗുണം ഈ കൃഷ്ണനുണ്ട് എന്നത്. അപ്പോഴും അവർക്കൊരു കാര്യം ഉറപ്പിക്കാനായില്ല, ആരാണ് കൃഷ്ണൻ എന്നത്. ആ ദുഃഖത്തോടു കൂടി തന്നെയാണ് അവർ അന്ന് അവരവരെ ഗൃഹങ്ങളിലേക്ക് ചെന്നത്. എന്നാൽ ആ ദിവസമാണത്രേ ശ്രീകൃഷ്ണനെ അന്വേഷിച്ച് വ്രജത്തിലേക്ക് ഇന്ദ്രൻ വന്നത്. അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നത് പശു പരിപാലകനായി ശോഭിക്കുന്ന കൃഷ്ണൻ. എന്നാൽ താനാണെങ്കിലോ ഇതുമാത്രം തിളങ്ങുന്ന വസ്ത്രത്തോടുകൂടി ശോഭിക്കുന്നുണ്ട്. ഈ രാജകീയ പ്രൗഢിയുള്ള തനിക്ക് അദ്ദേഹത്തെ പോയി നമസ്കരിക്കാനാവില്ല എന്ന് കാര്യം മനസ്സിലാക്കിയ ഭഗവാൻ ആ കുട്ടികളുടെ നടക്കുന്നതൊന്നങ്ങോട്ട് മാറി നടന്നു. അപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് ചെന്ന് വളരെ ശബ്ദം താഴ്ത്തിക്കൊണ്ട് ദേവേന്ദ്രൻ പറയുന്നുണ്ട്, ആ പ്രഭോ ക്ഷമിച്ചാലും എന്നത്. ഇടി നാദത്തിന്റെ ശബ്ദത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, ഐശ്വര്യം കൊണ്ട് കണ്ണ് കാണാതായിട്ടുള്ള അങ്ങെപ്പോലുള്ളവർക്ക് കണ്ണ് കാണിക്കാനുള്ളതാണ് എൻ്റെ കയ്യിൽ ഈ വടി, അങ്ങ് ഓർക്കുക തന്നെ വേണം എന്ന്. അപ്പോഴാണ് സുരഭി എവിടേക്ക് വരുന്നത്. അതോടുകൂടി വളരെ വത്സലത്തോടെ അദ്ദേഹം പറയുന്നു, എന്താ സുരഭി എന്നത്. അന്ന് ആ ഗോമാതാവ് പറയുന്നുണ്ട്, എൻ്റെ കുട്ടികളാണ് മഹാപ്രഭോ എന്നിവിടെ കാണുന്ന ഈ പശുക്കളല്ല. ഇവരെ നശിപ്പിക്കാനെന്ന് ചിന്തിച്ചാണ് ഈ ദൈവത്തിന് മഴ പെയ്ച്ചത്. അന്ന് കുന്നെടുത്ത് ഉടപടിച്ചാണല്ലോ അങ്ങ് അവരെ സംരക്ഷിച്ചത്. അതിനാൽ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ആഗ്രഹമുണ്ട്, അങ്ങല്ല എന്ന് പറയരുത്, ഈ ഗോലോകത്തിന്റെ രാജാവായിട്ട് അങ്ങയെ വാഴിച്ചാക്കൊള്ളാമെന്നത്. അങ്ങനെ ആ സുരഭയുടെ ഉന്നതമായ പ്രേമത്തെ അംഗീകരിച്ച് ഭഗവാൻ അതിന് ഒരു അനുവാദം കൊടുക്കുന്നു. അങ്ങനെ അന്ന് സുരഭിയാവട്ടെ സ്വന്തം പാലുകൊണ്ട് ശ്രീകൃഷ്ണന്റെ ശിരസിൽ ഭംഗിയായിട്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്. അതാണ് ജലൈരാകാസുരഭിപ്പയസാത്മന ജലൈരാകാശഗംഗായ ഐരാവതകരോദ്ധൃതൈ ഗോവിന്ദ എന്നും പറഞ്ഞ് ഭഗവാന്റെ ശിരസിലൂടെ ആ വെളുവലേനെ ശോഭിക്കുന്ന ആ പാലങ്ങനെ പ്രവഹിച്ച് അദ്ദേഹത്തിന്റെ പൊന്നുതെരുമീനി മുഴുവൻ നനച്ചാൻ ഒഴുകുന്ന കാഴ്ച, അത് കാണാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ഗോപന്മാരുടെ ആ പ്രത്യേകത, സൗഭാഗ്യം വളരെ വലുത് തന്നെ.
ശേഷം ആകാശ ഗംഗ കൊണ്ടുവന്ന് ദേവേന്ദ്രനുമെന്ന് അന്ന് അഭിഷേകം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷം ഉണ്ടാവാൻ ഗോവിന്ദൻ എന്ന ഭാവത്തിൽ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. ഇങ്ങനെ ആദ്യം ഗോവിന്ദ പട്ടാഭിഷേകം നടന്ന ദിവസമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഗുരുവായൂർ ഏകാദശി എന്ന് ആചാര്യന്മാർ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട്. അന്ന് ദേവേന്ദ്രന് സന്തോഷമായി ദേവേന്ദ്രനെ അനുഗ്രഹിച്ചു വിട്ടു. ഇതെല്ലാം കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്തിട്ടും ആരാണ് കൃഷ്ണൻ എന്ന് മനസ്സിലാക്കാനായില്ല അവർക്ക്. അന്ന് ഏകാദശിയായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം ദ്വാദശി. നേരത്തെ എഴുന്നേറ്റ് കാളിന്തിയിൽ കുളിക്കാൻ ചെന്ന ആ മഹാരാജാവ് നന്ദനെ നദി ഉണരുന്നതിന് മുമ്പ് ജലംസ്പർശിച്ചു എന്നും പറഞ്ഞ് വരുണഭർത്തന്മാർ അങ്ങോട്ട് കൊണ്ടു ചെല്ലുന്നു. അന്ന് അച്ഛനെ മോചിപ്പിച്ചു കൊണ്ടുവന്നു കൃഷ്ണൻ. അത് കണ്ട് അത്ഭുതപ്പെട്ട് എല്ലാവരും കൃഷ്ണനോട് തന്നെ ചോദിച്ചു, അങ്ങാരാണ്, ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ എന്നത്. അന്ന് ശ്രീകൃഷ്ണനാവട്ടെ ഇവരുടെ പ്രേമഭാവത്തെ അംഗീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒന്ന് കണ്ണടയ്ക്കൂ എന്നത്. അവർക്ക് കാണാൻ സാധിച്ചത് വൈകുണ്ഠത്തിലെത്തി എന്ന് തന്നെ. ശേഷപര്യങ്കശായിയായ നാരായണനെ കാണാൻ ആഗ്രഹിച്ച അവര് കണ്ടത് അവരുടെ എല്ലാമായ മുരളീഗാനം ചെയ്യുന്ന കൃഷ്ണനെ തന്നെയാണ്. ആദിശേഷന്റെ ഫലങ്ങൾ അവർക്ക് അന്ന് കാണാൻ സാധിച്ചത് എല്ലായ്പ്പോഴും പുഞ്ചിരിക്കുന്ന ബലരാമസ്വാമിയുടെ മുഖമാണ്. അപ്പൊ അവർക്ക് തോന്നി, ഓ ഈ രണ്ടു പേരാണ് അല്ലേ. എന്നാൽ ആ വൈകുണ്ഠത്തിൽ ബഹുമാനമാണ് കൂടുതലുള്ളത് എന്ന് തോന്നിയപ്പോൾ അവർക്ക് തോന്നി, വൃന്ദാവനത്തിലാണെങ്കിൽ പ്രേമമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തോന്നി, ഈ ഭയത്തേക്കാൾ കൂടുതൽ രസം പ്രേമത്തിന് തന്നെയല്ലേ. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കണ്ണു തുറക്കാമെന്ന് തോന്നല്ലേ. കണ്ണു തുറന്നപ്പോൾ അവരെ കാണുന്നത് അവരെ നോക്കി പുഞ്ചിരിക്കുന്ന എല്ലാമായ കൃഷ്ണനെ തന്നെയാണ്. അവർക്ക് തോന്നി, ഇതിൽ കൂടുതൽ ഒരു ഭാഗ്യം തങ്ങൾക്ക് ആവശ്യമില്ലല്ലോ. എന്ത് എല്ലാമായി ശോഭിക്കുന്ന നാരായണൻ അവരിൽ ഒരാളായി ശോഭിക്കുന്നുണ്ട്. തങ്ങളുടെ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് കോടാനുകോടി ജനങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടുത്തെ പൂർണ്ണമായിട്ട അനുഭവം അവർക്ക് ഇന്ന് ഈ വൃന്ദാവനത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് യോഗേശ്വരേശ്വരനായ ശ്രീകൃഷ്ണനെ വിശ്വസിച്ചാലുള്ള ഉന്നതമായ സൗഭാഗ്യമെന്ന് ഭാഗവതം വഴി, പ്രത്യേകിച്ച് ഗോവർദ്ധന യാഗം വഴി വിളംബരം ചെയ്തുകൊണ്ടാണ് ശ്രീ ശുകദേവൻ ആ 28ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത്. ഇന്ന് ഭാഗവത ആചാര്യൻ ഭക്തസ്വരൂപിണി വാഴകുന്നം ഗുരുനാഥനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ദ്വാദശാഹ സത്രവേദിയില് ശ്രീമദ് ഭാഗവതത്തിലെ ശ്രീ ഗുരുവായൂരപ്പന്റെ കാരുണ്യത്തെ കുറഞ്ഞൊന്ന് അനുസ്മരിക്കാൻ സാധിച്ചത് ഈയുള്ളവന്റെ ഏറ്റവും വലിയ കഥാർത്ഥതയായിട്ട് കണക്കാക്കട്ടെ. എല്ലാവിധ സംഘടനാ ഭാരവാഹികൾക്കും ഈയുള്ളവന്റെ എളിയ നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.